അപ്പൊ ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഇന്നലെ എവിടെ എത്തി ഇന്നലെ ചരിത്രം? അബൂ സുഫിയാനെ മുത്തുനബിയെയും സ്വഹാബത്തിനെയും പേടിച്ചതിന്റെ പേരിൽ ലംലമിനെ മക്കയിലേക്ക് പറഞ്ഞുവിട്ട് ലംലമ മക്കയിൽ ചെന്ന് വിഷയം പറഞ്ഞ് അപ്പോഴാണ് മഹദിയായ ആതിക ബീബി റളിയല്ലാഹു അൻഹ സ്വപ്നം കണ്ടത്. അത് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ. ആതിക ബീബി റളിയല്ലാഹു അൻഹ സ്വപ്നം കണ്ടതും ആ സ്വപ്നത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇന്നലെ വിശദീകരിച്ചു അല്ലേ? അപ്പൊ ആതിക ബീബി റളിയല്ലാഹു അൻഹ മക്കയിൽ വന്നിട്ട് ഇങ്ങനെ ഈ ആതിക ബീബി കണ്ട സ്വപ്നവും ലംലമിന്റെ വരവും രണ്ട് കാര്യങ്ങളും ചേർത്തി നോക്കുമ്പോൾ എന്തോ ഒരു അപകടം വരാനുണ്ട് എന്ന് ഖുറൈശികളിൽ നിന്ന് ചില ആളുകൾക്കൊക്കെ മനസ്സിലായി. അബൂ സുഫിയാനും കൂട്ടുകാരും അപകടത്തിലാണ്. അവരെ മുത്തുനബിയും അനുയായികളും പിടികൂടാൻ കാത്തി നിൽക്കുകയാണെന്ന വിവരം അറിഞ്ഞപ്പോ അബൂജഹൽ കൂട്ടുകാരെയും എല്ലാവരെയും വിളിച്ചു വരുത്തി. അബൂജഹൽ മീറ്റിംഗ് കൂടി. എന്നിട്ടോ പ്രഗത്ഭരായ ഉമയ്യത്തിനെയും വലീദിനെയും ഷൈബത്തിനെയും എല്ലാവരും മണിനിരത്തിയിട്ട് മീറ്റിംഗ് കൂടി. നമുക്ക് ഉടനെ ബദറിലേക്ക് പോകണം, നമുക്ക് ഉടനെ അബൂ സുഫിയാനെ രക്ഷപ്പെടുത്താൻ വേണം. ചരിത്രം ചുരുക്കിയിട്ട് ഇൻഷാ അല്ലാഹ് പറയാണ്, ശ്രദ്ധയോടെ കേട്ടിരിക്കുക, പോയിന്റുകളൊക്കെ എഴുതിയെടുക്കുക. നമുക്ക് ഉടനെ തന്നെ അബൂ സുഫിയാനെ രക്ഷപ്പെടുത്താൻ വേണം. അങ്ങനെ ജനങ്ങൾക്കൊക്കെ എല്ലാ ആളുകൾക്കും ഇവൻ എന്ത് ചെയ്തു? നോട്ടീസ് അടിച്ചിട്ട് പ്രചരണം നടത്തി. മുസ്ലിമീങ്ങളെ മുത്തുനബിയെയും അനുയായികളെയും വകവരുത്താന് ഇത് അള്ളാഹു നമുക്ക് തന്നൊരു അവസരമാണ്. ലാത്തയെയും ഉസ്സയെയും സത്യം ചെയ്ത് പറയാണ് നമുക്ക് അവരെ പരാജയപ്പെടുത്തണം. എന്നിട്ടോ പ്രിയപ്പെട്ടവരെ, ചരിത്രങ്ങളിൽ കാണാം അവരുടെ പ്രമാണിയായ സുഹൈൽ ഇബ്നു അംർ എന്ന ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ അടുക്കൽ പോയിട്ട് അബൂജഹൽ പറഞ്ഞു, കുറച്ച് സമ്പത്ത് വേണം, കുറച്ച് യുദ്ധത്തിന് പോവാനല്ലേ, സമ്പത്ത് വേണം. അങ്ങനെ സമ്പത്ത് വാങ്ങിയിട്ട് നാട്ടിലൊക്കെ അവർ വിതരണം ചെയ്തു. എന്തിനെ? മുത്തുനബിക്കെതിരെയും അനുയായികൾക്കെതിരെയും യുദ്ധം ചെയ്യാൻ. പക്ഷെ ചില ആളുകൾക്ക് ഒരു പേടിയുണ്ട്. കാരണം എന്താ? പേടിയില്ലാതിരിക്കൂലല്ലോ. കാരണം ലംലമ് വന്ന് ഈ വിഷയം പറയലും ആതിക ബീവി റളിയല്ലാഹു അൻഹ ഈ സ്വപ്നം കാണലും രണ്ടും ഒരുമിച്ച് വന്നപ്പോ സംഗതി ഇവർക്ക് ചെറിയൊരു പേടി വന്നിട്ടുണ്ട്. അപ്പൊ പേടി വന്നപ്പോ ചില ആളുകൾ ഇതിന്ന് പിന്മാറി എന്ന് അബൂജഹൽ മനസ്സിലാക്കിയപ്പോ എല്ലാരെ കയ്യിലും കൊണ്ടുപോയിട്ട് കാശ് കൊടുക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് പോവണം, നമുക്കൊന്നും വരൂല, നമുക്കൊരു അപകടം സംഭവിക്കൂല, നമുക്ക് ധൈര്യമായിട്ട് ബദറിൽ പോവാം. അങ്ങനെ അബൂലഹബ് പോയില്ല. കാരണം എന്താ? അബൂലഹബിന് പകരം ആസിം ഇബ്നു ഹിഷാമിനെ പറഞ്ഞു വിട്ട്. അബൂലഹബിന് പേടിയുണ്ട്. കാരണം ഈ സ്വപ്നം ഇങ്ങനെ കണ്ടതാണല്ലോ. ഇവരെടുക്കുന്ന നന്നാക്കി ചിലപ്പോൾ കിട്ടുന്ന അബൂലഹബിന് ആദ്യം തന്നെ മനസ്സിലാക്കണം. അതേ പ്രകാരം ഉമയ്യത്തും പോവാൻ മേടിച്ചിരുന്നു. ഉമയ്യത്ത് പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു. കാരണം മുമ്പ് ഉമയ്യത്തിനോട് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു, ഉമയ്യത്തെ നിന്നെ ഞങ്ങൾ വകവരുത്തുന്നുള്ളത്. ആ ഒരു പേടി ഉമയ്യത്തിനുണ്ട്. അപ്പൊ ഉമയ്യത്ത് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ അബൂജഹൽ ഉമയ്യത്തിനെ കളിയാക്കി നടങ്ങി. ഓന്റെ ചെങ്ങ ഇത്ര വൽപ്പണ്ടല്ലേ, അറ്റങ്ങളോട് യുദ്ധം ചെയ്യാനൊക്കെ ധൈര്യമില്ലല്ലോ ഉമയ്യത്തെ, ഇജ് വലിയ ആന ചേമ്പാണെന്ന് പറഞ്ഞിങ്ങനെ നടന്നു. അങ്ങനെ ഉണ്ടല്ലോ, പോവല്ലടാ ഞാൻ ഇല്ലടാ എന്ന് പറയുമ്പോ അവന്റെ ചെങ്ങായി പിന്നെ ഇൻസൾട്ട് ആക്കും നമ്മള്. അപ്പൊ പോയാലും മടിയില്ല, എന്തുണ്ടായാലും മടിയില്ല, പോവന്നെ. ഉമയ്യത്ത് പോരുന്നില്ല എന്ന് പറഞ്ഞപ്പോ അബൂജഹൽ കളിയാക്കാൻ തുടങ്ങി. ഓന്റെ ഹയവാനെ ഇത്ര വലിപ്പം ഞാൻ വരച്ചോക്കെ, എന്റെ വരന്ന് എന്റെ വലിപ്പൊന്ന് വരച്ചോക്കിയാ ഇജ് യുദ്ധത്തിന് പോരുന്നില്ല, ഓലെ പേടിച്ചിട്ട് ഇവിടെ ഇരിക്ക. അവസാനം ഈ കളിയാക്കല്, ഈ അബൂജഹലിന്റെ കളിയാക്കൽ സഹിച്ചാൻ കഴിയാതെ എന്ത് ഉമയ്യത്ത് പോയി. ചരിത്രം പറയാണ് 1300ഓളം പടയാളികൾ അവരെ കൂടെയുണ്ട്. എത്ര? 1300ഓളം പടയാളികൾ. ഞാൻ ചോദിക്കട്ടെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പോയ ചരിത്രം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അള്ളാഹുവിന്റെ ഹബീബ് ബദറിലേക്ക് പോയപ്പോ 313 സ്വഹാബത്തുണ്ട്. എത്ര ഒട്ടകങ്ങളാ മുത്തുനബിന്റെ കൂടെ ഉണ്ടായിരുന്നത്? നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ആരാ ചരിത്രം പറയാം? എത്ര ഒട്ടകങ്ങളാണ് ഉണ്ടായിരുന്നത്? പറയും. ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. പഴക്കാൻ പാടില്ല. 3 കുതിരകളാണ്. 70 ഒട്ടകങ്ങൾ. അൽഹംദുലില്ലാഹ് 3 കുതിരകളാണ് ഉണ്ടായിരുന്നത്. മിഖ്ദാദ് തങ്ങളതും സുബൈർ റളിയല്ലാഹു അൻഹു മർസദ് റളിയല്ലാഹു 3 കുതിരകള്, 70 ഒട്ടകങ്ങള്. ചരിത്രം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, എഴുതിയെടുക്കണം ഇൻഷാ അല്ലാഹ്. അപ്പൊ 3 കുതിരകളാണ്, 70 ഒട്ടകങ്ങളാണ്. ശത്രുക്കളുടെ അടുക്കൽ എത്ര ഒട്ടക? സുബ്ഹാനല്ലാഹ്. ചരിത്രം നോക്കി നിങ്ങള്, 700 ഒട്ടകം ശത്രുക്കളുടെ അടുക്കൽ. 700 ഒട്ടകം എഴുതി വെച്ചോളൂ. 700 ഒട്ടകങ്ങളാണ് അബൂജഹലിന്റെ കൂടെ ഉള്ളത്. പിന്നെ 100 കുതിരകള്. മുത്തുനബിന്റെ സ്വഹാബത്തിന്റെ അടുക്കൽ 3 കുതിര, ശത്രുക്കളുടെ അടുക്കൽ 100 കുതിര.
മുത്തുനബിന്റെ സ്വഹാബത്തിന്റെ അടുക്ക 70 ഒട്ടകം, ശത്രുക്കളുടെ അടുക്കല് 700 ഒട്ടകം. സുബ്ഹാനല്ലാഹ്, 1300ഓളം പടയാളികളുണ്ട്. ഇത് 313 പ്രിയപ്പെട്ട സ്വഹാബത്ത്, 313 ആളുകളെ, 1300ഓളം പടയാളികൾ അബൂജഹലിന്റെ കൂടെയുണ്ട്. മാത്രമല്ല കൂടെ ഒരുപാട് ആളുകൾ, മദ്യമുണ്ട്, ലഹരി വസ്തുക്കളുണ്ട്, ഡാൻസ് പാടുന്ന പെൺകുട്ടികളുണ്ട്, പാട്ട് പാടുന്ന പെൺകുട്ടികളുണ്ട്. ഇവർക്ക് പാട്ട് പാടുമ്പോ മുന്നിൽ വന്ന് നൃത്തം ചെയ്യാനുള്ള പെൺകുട്ടികളുണ്ട്. ഇങ്ങനെ എല്ലാ ചൂതാട്ടങ്ങളുമായിട്ടാണ് അബൂജഹലും ടീമും പോകുന്നത്. ചരിത്രം പറയുന്നുണ്ട്, ഒരു ദിവസം അവര് 8 or 9 ഒട്ടകങ്ങളെ അറുത്തിട്ട് അവര് ഭക്ഷിക്കുന്നതാണ് ഈ യാത്രയിലെ. 8 or 9 ഒട്ടകങ്ങൾ അറുത്തിട്ട് ഭക്ഷിക്കും. ആയി മാത്രം ഉണ്ടവര്. അങ്ങനെ ഇവര് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുമിച്ച് നിൽക്കാണ്. ബദറിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ മീറ്റിംഗ് കൂടിയപ്പോഴാണ് അതാ അടുത്ത ഒരു ദൂതൻ വന്നിട്ട് ഈ സമയം എന്ത് ചെയ്തു, അബൂ സുഫിയാനും ടീം അവിടുന്ന് രക്ഷപ്പെട്ടു. അബൂ സുഫിയാനും ടീമും മുത്തുനബിയെയും സ്വഹാബത്തിനെയും പേടിച്ചിട്ട് അബൂജഹലിനെ കത്തെഴുതിയതാണ്. അബൂജഹലെ ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അബൂ സുഫിയാന് വല്ലാത്ത ധൈര്യശാലിയും അതേ പ്രകാരം വലിയ ഹിക്മത്തുള്ള ആളാണ്. അമീറന്മാരായ അങ്ങനെ വേണം, നല്ല ഹിക്മത്ത് വേണം, നല്ല ഹിക്മത്ത് വേണം. ഒരു വാഹനത്തിന്റെ ഡ്രൈവർ ആയാല് ഒരു റോഡ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ വേറെ ഒരു റോഡിലൂടെ രക്ഷപ്പെടാൻ ഈ ഡ്രൈവർ വഴി കണ്ടെത്തണം. വാഹനത്തിന് ഒരു കംപ്ലൈന്റ് വന്നാല് അത് നന്നാക്കാനുള്ളൊരു വഴി എന്താ കാട്ടാന്ന് പറഞ്ഞ താടിക്കും കയ്യൊക്കെ ഇരുന്നിട്ട് കാര്യമില്ല. വാഹനത്തെ കുറിച്ചിട്ട് കാര്യങ്ങൾ അറിയണം. ഒരു അമീറാകുമ്പോ ഒരു വഴി സ്റ്റോപ്പായാൽ മറ്റൊരു വഴി അമീർ കണ്ടെത്തണം. അതിനാണ് അമീർ. ആ ഒരു ചങ്കുറപ്പ് അമീറിനുണ്ടായിരിക്കണം. അബൂ സുഫിയാന് മുത്തുനബിയും സ്വഹാബത്തും അവിടെ വഴിയരികിൽ നിൽക്കുന്നു എന്നറിഞ്ഞപ്പോ അബൂ സുഫിയാൻ ടീം വേറെ ഒരു വഴിക്കിലൂടെ അബൂ സുഫിയാൻ മക്കയിലേക്ക് രക്ഷപ്പെട്ടു. ഈ വിവരം അബൂജഹലിന്റെ അടുക്കലെത്തി. അബൂജഹലെ, ഇനി മക്കയിലേക്ക് നിങ്ങൾ വരേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെ മുത്തുനബിയും അനുയായികളും പിടിക്കും എന്നറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് കത്തെഴുതിയത്, ലംലമിനെ പറഞ്ഞു വിട്ടത്. പക്ഷെ ഞങ്ങൾ സുരക്ഷിതരായി മറ്റൊരു വഴിയിലൂടെ ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആരെ? അബൂ സുഫിയാനും ടീമും മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ആ രക്ഷപ്പെട്ട കത്ത് അബൂജഹലിന് എഴുതി, നിങ്ങൾ മക്കയിലേക്ക് എന്നെ മടങ്ങിക്കോളി. അബൂജഹൽ ആ കത്ത് ഇങ്ങനെ നോക്കി ഇങ്ങനെ വായിച്ച്, ആ കത്ത് വായിച്ചിട്ട് അബൂജഹൽ പറഞ്ഞു, സംഗതി അബൂ സുഫിയാന് രക്ഷപ്പെട്ടു എന്ന് ശരി തന്നെയാണ്. പക്ഷേ നമ്മളൊരു വിഷയത്തിന് ഒരുങ്ങിയതാണ്, നമ്മൾ ഇനി മടങ്ങൂല. നമ്മൾ ബദറിലേക്ക് എന്തായാലും പോകും. അബൂജഹലിന്റെ ധിക്കാരം, അഹങ്കാരം സമ്മതിച്ചില്ല. അബൂജഹൽ പറഞ്ഞു, ഒരാളും മടങ്ങരുത്. അബൂ സുഫിയാൻ രക്ഷപ്പെട്ട് വന്നോട്ടെ, പ്രശ്നമില്ല. പക്ഷേ ഒരാളും മടങ്ങരുത്. നമ്മുടെ യാത്ര ബദറിലേക്ക് തന്നെയാണ്. നമ്മുടെ യാത്ര ബദറിലേക്ക് തന്നെയാണ്. ആരും മടങ്ങാൻ പാടില്ല. ആരെങ്കിലും മടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വകവരുത്തും. പക്ഷേ ജനങ്ങൾക്കിടയിൽ അപ്പക്കന്നെ ചെറിയ സംശയങ്ങൾ ഉണ്ടായി. ഇനി നമ്മൾ എന്തിനാ പോണ്, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ എന്തിനാ പോണ്? അബൂ സുഫിയാൻ ടീം രക്ഷപ്പെട്ടില്ലേ, പിന്നെ നമ്മൾ എന്തിനാ പോണ്, വെറുതെ അടിപിടി ഉണ്ടാക്കാൻ, പ്രശ്നത്തിന് പോണ്? കുറച്ച് ആളുകൾ പിന്മാറി. പക്ഷെ അബൂജഹൽ പറഞ്ഞു, പറ്റൂല, നമ്മുടെ യാത്ര ബദറിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ ചരിത്രം പറയാണ്, അല്ലാഹുവേ, അബൂജഹൽ ബദറിലേക്ക് തന്റെ കിങ്കരന്മാരുമായി ബദറിലേക്ക് പുറപ്പെടുകയാണ്. അബൂജഹലിനോട് ആളുകൾ പറഞ്ഞു, അബൂജഹലെ, നമുക്ക് മടങ്ങാമല്ലോ. കാരണം അബൂ സുഫിയാൻ രക്ഷപ്പെട്ട് മക്കയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് മക്കയിലേക്ക് തന്നെ മടങ്ങാം. അബൂജഹൽ സമ്മതിച്ചില്ല. ഇല്ല, മക്കയിലേക്ക് ഇനി മടക്കമില്ല. നമ്മൾ ബദറിലേക്ക് പോവുകയാണ്. ബദറിൽ ചെന്നിട്ട് മുഹമ്മദ് തങ്ങളെയും അനുയായികളെയും വകവരുത്താതെ നമ്മൾ തിരിച്ചു പോരൂല്ല. മുസ്ലിമീങ്ങളെ വകവരുത്താൻ, മുത്തുനബിയെയും സ്വഹാബത്തിനെയും വകവരുത്താന് ഖുറൈശിപ്പട പോവുകയാണ്. അബൂജഹലിന്റെ നേതൃത്വത്തിലാണ് 1300ഓളം പടയാളികളാണ് അബൂജഹലിന്റെ സമീപത്തുള്ളത്. 313 സ്വഹാബത്തുമായി അല്ലാഹുവിന്റെ ഹബീബ് ബദറിൽ കാത്തിരിക്കുമ്പോ 1300ഓളം പടയാളികളുമായി ഖുറൈശികളുടെ നേതാവായ അബൂജഹൽ, ഖുറൈശികളുടെ ധിക്കാരികളുടെ നേതാവായ അബൂജഹൽ ബദറിലേക്ക് പോവുകയാണ്. 100 കുതിരകളുണ്ട്, 700 ഒട്ടകങ്ങളുണ്ട്. മാത്രമല്ല 600 അങ്കികളുമായിട്ടാണ് ശത്രുക്കളുടെ ഖുറൈശിപ്പട പോകുന്നത്. അങ്ങനെ ചരിത്രം പറയുന്നു. പ്രിയപ്പെട്ടവരെ, അബൂജഹൽ പറയാണ്, ഞങ്ങൾ പിന്മാറൂല, ഞങ്ങൾ ബദറിലേക്ക് പോവുകയാണ്. 3 ദിവസം ഞങ്ങൾ ആ ബദറിൽ താമസിക്കുന്നതാണ്. ബദറിൽ 3 ദിവസം ഞങ്ങളെ താമസിച്ച്
താമസിച്ചിട്ട് മുഹമ്മദ് തങ്ങളെയും അനുയായികളെയും ഞങ്ങളെ വകവരുത്തുന്നതാണ്. ഈ വിവരം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുകയാണ്. ആരംഭ റസൂലുള്ള സ്വഹാബത്തിനെ വിളിച്ച് മീറ്റിംഗ് ഓടി സ്വഹാബ, അബൂജഹലും ടീമും ബദറിലേക്ക് വരുന്നുണ്ട് സ്വഹാബ. അബൂജഹലും ടീമോ ബദറിലേക്ക് വരുന്നുണ്ട് സ്വഹാബ. നിങ്ങൾ അഭിപ്രായം പറയൂ സ്വഹാബ. അബൂജഹലും അവന്റെ കിങ്കരന്മാരും നമ്മളെ വകവരുത്താൻ വേണ്ടിയാണ് ബദറിലേക്ക് വരുന്നത് സ്വഹാബ. നിങ്ങളെ അഭിപ്രായം നിങ്ങൾ പറയുക, നിങ്ങളെ അഭിപ്രായം നിങ്ങൾ പറയുക. സ്വഹാബത്ത് അവിടുന്ന് പറയുന്ന നബിയേ, മുഹാജിരീങ്ങളായ സ്വഹാബത്തുള്ളേ, അൻസാരിങ്ങളായ സ്വഹാബത്തുള്ളേ. ആരാണ് മുഹാജിരീങ്ങൾ, ആരാണ് അൻസാരിങ്ങൾ എന്ന് ഇന്നലത്തെ ചരിത്രത്തിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. സ്വഹാബത്ത് പറയുന്ന നബിയേ, ഞങ്ങൾ റെഡിയാണ് തങ്ങളെ, നമുക്ക് ബദറിലേക്ക് പോവാൻ നബിയേ. അബൂജഹലും ശത്രുക്കളും കൂട്ടുകാരൻ നമ്മളെ വകവരുത്താൻ വരുന്നുണ്ടെങ്കിൽ നമ്മളെ മടങ്ങേണ്ട നബിയേ, നമുക്ക് ബദറിലേക്ക് തന്നെ പോവാ തങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഹാജിരീങ്ങളെ കൂട്ടത്തിലുള്ള മഹാനായ അലി റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറയുന്ന, അലിയേ, ഒരു കറുത്ത പതാക അലി റളിയല്ലാഹു അൻഹു കയ്യിൽ കൊടുക്കുകയാണ്. അലിയേ, ഈ പതാക നിങ്ങൾ പിടിക്കൂ അലിയേ, ഈ പതാക നിങ്ങൾ പിടിക്കൂ അലിയേ. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യില് ആരംഭ റസൂലുള്ള കറുത്ത നിറത്തിലുള്ള ഒരു പതാക കൊടുക്കുകയാണ്. ഉടനെ തന്നെ മുഹാജിരീങ്ങളെ കൂട്ടത്തിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു കയ്യിലൊരു പതാക കൊടുക്കുകയാണ്. അൻസാരിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു നേതാവാക്കുകയാണ്. സഅദ്, നിങ്ങളാണ് അൻസാരികളായ സ്വഹാബത്തിന് നേതൃത്വം നൽകി ബദറിലേക്ക് പോകുമ്പോ നിങ്ങളാണ് സഅദ്, നിങ്ങളാണ് സഅദ് നേതാവായി നിൽക്കേണ്ടത്. ആരംഭ റസൂലുള്ള ബഹുമാനപ്പെട്ട മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വിളിക്കുകയാ. മിസ്അബ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് മിസ്അബ് തങ്ങളെ കയ്യിലേക്ക് വെളുത്ത പതാക കൊടുക്കുകയാണ്. കറുത്ത പതാക അലിയാര് തങ്ങളെ കയ്യിലാ. വെളുത്ത പതാക മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ് ചരിത്രം പറയുന്നത്. എന്നിട്ടോ സ്വഹാബത്തിനെ വരി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നു അവ്വാം തങ്ങളെ വിളിക്കുകയാണ്. സുബൈർ ഇബ്നു അവ്വാമേ, ഇങ്ങവാ. സൈന്യത്തിന്റെ വലത് ഭാഗത്ത് അല്ലാഹുവിന്റെ റസൂലെ കാവൽ നിർത്തിയത് ആരെയാ? മഹാനായ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ആണ്. നിങ്ങൾ ഈ ഭാഗത്താണ് നിങ്ങളെ കാവൽ നിൽക്കേണ്ടതെന്ന് പറയുകയാ. ബഹുമാനപ്പെട്ട മിഖ്ദാദ് തങ്ങളെ വിളിക്കുന്ന അല്ലാഹ്, മിഖ്ദാദ് തങ്ങൾ ആരംഭ റസൂലുള്ള മിഖ്ദാദ് തങ്ങളോട് പറയാണ്, മിഖ്ദാദേ, നിങ്ങളെ ഇടത് ഭാഗത്ത് കാവൽ നിൽക്കണം മിഖ്ദാദേ. ബദറിലേക്ക് 313 സ്വഹാബത്തുമായ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോകുമ്പോ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് ഇടത് ഭാഗത്ത് കാവൽ നിർത്തുകയാണ്. അല്ലാഹ് ചരിത്രം പറയുന്നത് കാണാം. ഇടത് ഭാഗത്തുള്ളത് മഹാനായ മിഖ്ദാദ് തങ്ങളാണ്. സൈന്യത്തിന്റെ ഏറ്റവും പിന്നിൽ നിർത്തിയത് ആരെയാണ്? മഹാനായ ഖൈസ് റളിയല്ലാഹു അൻഹു. മുന്നിലെ അലി റളിയല്ലാഹു അൻഹു, വലത് ഭാഗത്തെ മിസ്അബ് ഇബ്നു ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നു അവ്വാം തങ്ങളുണ്ട്. ഇടത് ഭാഗത്ത് മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ, ഏറ്റവും പിന്നിലെ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ. അങ്ങനെ 313 സ്വഹാബത്തിന്റെ അകമ്പടിയോട് 3 കുതിരകളാണ്, 70 ഒട്ടകങ്ങളാ. ആ സ്ഥാനത്തോ അബൂജഹലിന്റെ കൂടെ 1300ഓളം മണികളാണ് അബൂജഹലിന്റെ കൂടെയുള്ളത്. 600
600 അങ്കികളാണ് അബൂജഹലിന്റെ കൂടെയുള്ളത്. അല്ലാഹുവേ, എത്രയോ കുതിരകളാണ്, 1000-ലേറെ ഒട്ടകങ്ങളാണ് അബൂജഹലിന്റെ കൂടെ. ചെണ്ടയും മദ്ദളവും പാട്ടും ഡാൻസുമായി കള്ളും കഞ്ചാവുമായി അബൂജഹലും ടീം ബദറിലേക്ക് മുത്തുനബിക്ക് നേരെ എതിരെ വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന്റെ കൂട്ടത്തിലുള്ള അലി റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്, സഅദ് റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്, സുബൈർ തങ്ങളെ വിളിക്കുകയാണ്. ഈ 3 സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് മുത്തുനബി പറയുന്ന, സ്വഹാബ, നിങ്ങൾ ഈ പരിസരത്തുള്ള കറങ്ങിയിട്ട് വരൂ സ്വഹാബ. ഈ പരിസരത്തെല്ലാം നിങ്ങൾ പോയി നോക്കുക സ്വഹാബ. ഇവിടെ ഏതെങ്കിലും ശത്രുക്കളെ തമ്പടിച്ചിട്ടുണ്ടോ, ഇവിടെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക സ്വഹാബ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു, അങ്ങനെ പരിസരത്തെല്ലാം അവരിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. പരിസരം നിരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ പറയും CCTV ക്യാമറ അല്ലേ, അതിനു വേണ്ടി അലി തങ്ങൾ പറഞ്ഞിട്ടു. അലി റളിയല്ലാഹു അൻഹു, സുബൈർ തങ്ങൾ, സഅദ് റളിയല്ലാഹു അൻഹു പരിസരത്തൊക്കെ പോയി നോക്കി. അങ്ങനെ പരിസരത്തൊക്കെ പോയപ്പോണ്ട് ഒരാളിങ്ങനെ കുറച്ച് വെള്ളമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പരിസരം നിരീക്ഷിക്കണം, എന്തെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ എന്തിന്റെ കുറച്ച് വെള്ളമായിട്ട് ഒരാളിങ്ങനെ പോകുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ അവിടെ നിൽക്ക്, ഇതെന്താ പാത്രത്തില്? കുറച്ച് വെള്ളമാണ്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇതാർക്കാ വെള്ളം? അപ്പൊ ആ വെള്ളം കൊണ്ട് പോണ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇത് അപ്പുറത്ത് ആ മലയുടെ ആ പർവ്വതത്തിന്റെ അപ്പുറത്ത് ഖുറൈശികളുണ്ട്, ഓൽക്ക് വെള്ളം കൊണ്ട് കൊടുക്കാണ്. കണ്ടോ? അപ്പൊ എന്ത് മനസ്സിലായി? ഖുറൈശികൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവരെവിടെയുള്ളത്? ഈ വെള്ളം കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, അവിടെ ഒരു ചരൽ കുന്നുണ്ട്, ആ ചരൽ കുന്നിന്റെ അപ്പുറത്ത് അവരുണ്ട്. അലി റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, എത്ര ആളുകളുണ്ട്? അത് പറഞ്ഞു, കുറെ ആളുകളുണ്ട്. എത്ര ആളുകളാണെന്നല്ല അറിയില്ല, ധാരാളം ആളുകളുണ്ട്. വീണ്ടും സ്വഹാബത്ത് ചോദിച്ചു, അവരെന്താ ഭക്ഷണം കഴിക്കണത്? ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഒരു ദിവസം 8, 9, 10 ഒട്ടകത്തെ അറുത്തിട്ട് ഭക്ഷണം കഴിക്കാണ്. സുബ്ഹാനല്ലാഹ്. ഓരോ ദിവസം എത്ര ഒട്ടകത്തെ അറുത്തു എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. സമയം എന്താവും അറിയില്ല. ഓരോ ദിവസവും 8, 9, 10 ഒട്ടകങ്ങൾ അറുക്കാണ്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ആരൊക്കെ കൂട്ടത്തിലില്ലത്? ആരൊക്കെ കൂട്ടത്തിലില്ലത്? അപ്പൊ അങ്ങനെ പറഞ്ഞു, അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ശൈബത്തുണ്ട്, ഉമയ്യത്തുണ്ട്, വലീദുണ്ട്, എല്ലാ പ്രമാണിമാരുണ്ട്. സുബ്ഹാനല്ലാഹ്. മക്കയിലെ എല്ലാ പ്രമാണിമാരും അവിടെ ഉണ്ട്. ഈ വിവരം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിലേക്ക് മഹാനായ അലി റളിയല്ലാഹു അൻഹു ചെന്ന് പറഞ്ഞു, നബിയേ, നബിയെ, അള്ളാന്റെ റസൂലെ, ചരൽ കുന്നിന്റെ അപ്പുറത്ത് ശത്രുക്കൾ ഉണ്ട് നബിയെ. അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ശൈബത്തുണ്ട്, എല്ലാ മൂത്താപ്പാരും വന്നിക്കണ്. എല്ലാ നേതാക്കന്മാരും എവിടെ ഉണ്ട്? അവിടെ ഉണ്ട് നബിയെ. ഒരു ദിവസം 8, 9, 10 ഒട്ടകത്തെറുത്തിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹാദിഹി മക്കത്തു ഖദ് അൽഖത് ഇലൈകം മഫ്ലസ കബ്ദിഹാ. മക്ക എന്ന നാട് നമുക്കതിന്റെ കരളിന്റെ കഷ്ണങ്ങളെ ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. അതിന്റെ കരളിന്റെ കഷ്ണങ്ങളെയാണ് തന്നത്. എല്ലാ നേതാക്കന്മാരുണ്ടല്ലോ. കാരണം എന്താ? ശത്രുക്കളെ എല്ലാ കരളിന്റെ കഷ്ണം എന്ന് പറഞ്ഞ ശത്രുക്കളെ കരളായ ശത്രുക്കളുടെ നേതാക്കന്മാരെ എല്ലാവരും ബദറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്വഹാബ, ഇതൊരവസരമാണ്, ഇതൊരവസരമാണ്. ഖുറൈശികളെ നിങ്ങൾ ആലോചിക്കുക, ദിവസം 9, 10 ഒട്ടകങ്ങൾ അറുത്തു ഭക്ഷിക്കുന്ന പറഞ്ഞത്. മക്കയിൽ നിന്ന് പുറപ്പെട്ട് അബൂജഹൽ ആദ്യം 10 ഒട്ടകത്തെ അറുത്ത്, ചുരുക്കി പറഞ്ഞരാ, മറുൽ അംറാൻ എന്ന സ്ഥലത്ത് നിന്ന് വെച്ചിട്ട് ആദ്യം 10 ഒട്ടകങ്ങളെ അറുത്തിട്ട് ഭക്ഷണം കഴിച്ചു. അപ്പൊ അങ്ങനെ കഴിച്ചപ്പോ തന്നെ ഒട്ടകത്തെ അറുത്ത് ഇതിൽ നിന്ന് ഒരു ഒട്ടകം എന്ത് ചെയ്തു? അറുത്ത ഉടനെ തന്നെ ശത്രുക്കളെ ടെന്റ് കെട്ടി താമസിക്കണ്ടല്ലോ, എല്ലാ ടെന്റിലേക്കും ഈ ഒട്ടകം ഓടിപ്പോയിട്ട് എല്ലാ ടെന്റിലും രക്തം ചിന്തി. അപ്പൊ കൂടെയുള്ളവര് പറഞ്ഞു, ഇതിപ്പോ എന്തോ ഒരു അപലക്ഷണാണല്ലോ,
ഈ അർത്ഥ ഒട്ടകം നടന്നിട്ട് എല്ലാ ടെന്റിലും ശത്രുക്കൾ താമസിക്കുന്ന എല്ലാ ടെന്റിലും രക്തം ചിന്തയാണ്. ഇതെന്തോ ഒരു അപലക്ഷണമാണ്, ഞങ്ങൾക്ക് പേടിയാണ്ട് ഞങ്ങൾ പോവാണ് പറഞ്ഞു. അങ്ങനെ കുറച്ച് ടീം പോയപ്പോ അബൂജഹൽ പറഞ്ഞു, ഓന്റെ ഹയവാമാരെ ഉസുറുംപുളി ഞങ്ങൾക്ക് ഉസുറുംപുളി പേടിച്ചിട്ട് പേടി തൊണ്ടന്മാരായിട്ട് പോണേ. ഞങ്ങൾക്ക് പേടി തന്നെയാണ് അതുകൊണ്ട് ഓല് പോയി, കുറച്ച് ആൾക്കാർ പോയി. അങ്ങനെ ഒന്നാമത്തെ ദിവസം 10 ഒട്ടകങ്ങൾ അറുത്ത്. രണ്ടാമത്തെ ദിവസം ഉസ്ഫാൻ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഉമയ്യത്ത് ബിൻ ഖലഫ് 9 ഒട്ടകങ്ങൾ അറുത്ത്. ഇത് വെറുതെ എങ്ങനെ അറുത്തിടല്ലോ കേട്ടോ, അറുത്തിട്ട് തിന്നാണ്. സുബ്ഹാനല്ലാഹ്, ഒട്ടകം തന്നെ. മൂന്നാമത്തതോ ഖദീദ് എന്ന സ്ഥലത്ത് നിന്ന് സുഹൈൽ ഇബ്നു അംർ 10 ഒട്ടകങ്ങൾ അറുത്ത്. ശത്രുക്കളെ ആലോചിച്ച് നോക്കിയേ. നാലാമത്തെ ദിവസം ഷൈബത്ത് ഇബ്നു റബിയ മനാത്തി എന്ന സ്ഥലത്ത് നിന്ന് 9 ഒട്ടകങ്ങളെ. സുബ്ഹാനല്ലാഹ്. പിന്നെ ഉത്ബത്ത് ഇബ്നു റബിയ ജുഹ്ഫത്ത് എന്ന സ്ഥലത്ത് നിന്ന് 10 ഒട്ടകങ്ങളെ. ഇതൊക്കെ അറുത്തിട്ട് അവരിങ്ങനെ ഭക്ഷിക്കാണ്. കൂടെ വെള്ളം കുടിക്കാൻ കള്ളുണ്ട്, ഡാൻസ് കളിക്കാൻ അവിടെ പെൺകുട്ടികളുണ്ട്. പിന്നെ ആറാമത്തെ ദിവസം മക്കീസ് ഇബ്നു ഉമർ അബവാഹി എന്ന സ്ഥലത്ത് വെച്ചിട്ട് 9 ഒട്ടകങ്ങളെ. ചരിത്രം അങ്ങനെ വിശാലമായി പറയാം. പിന്നെയോ ഇന്നുണ്ട് ഹജ്ജാജിന്റെ പുത്രന്മാര് നബീഹും മുനബ്ബിഹും 10 ഒട്ടകങ്ങളെ. ഏഴാമത്തെ എട്ടാമത്തെ ദിവസം അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഒരു 10 ഒട്ടകങ്ങൾ പുലർത്ത്. പിന്നെയോ ഹാരിസ് ഇബ്നു അംർ ഇബ്നു നൗഫൽ 9 ഒട്ടകങ്ങൾ അറുത്ത്. ബദറിൽ വെച്ച് അങ്ങനെ അവര് ബദറിലെത്തിയല്ലോ. ബദറിലെത്തിയപ്പോ ബദറിലെ അബുൽ ബുക്തരി എന്ന ഖുറൈശികളുടെ ഒരു നേതാവ് 10 ഒട്ടകങ്ങൾ. അങ്ങനെ 10 ഒട്ടകങ്ങൾ ഓരോ ദിവസവും 9ഉം 10ഉം 8ഉം ഒട്ടകങ്ങൾ അറുത്തിട്ട് അവരെ ഭക്ഷിക്കണം. അതിനിടക്ക് ഉത്ബത്ത് ഇബ്നു റബിയ കൂട്ടത്തിൽ ഒരു ഒട്ടക പുറത്ത് കയറിയിട്ട് ഇങ്ങനെ ആ ചരൽ കുന്നിന്റെ പരിസരത്ത് ഇങ്ങനെ വട്ടം കറങ്ങി. മുസ്ലിമീങ്ങൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് കറങ്ങാണ്. അബൂജഹൽ പറഞ്ഞേ അത് പോണ്ട, അങ്ങോട്ട് പോവണ്ട. ആ സമയത്ത് ഉത്ബത്ത് വീണ്ടും വന്നിട്ട് മുസ്ലിമീങ്ങൾ അങ്ങനെ നോക്കി. എന്നിട്ട് ഉത്ബത്ത് ഇബ്നു റബിയ പറഞ്ഞു, അബൂജഹലെ നമുക്ക് പോവല്ലേ, കാരണം എന്താ പേടിയുണ്ടോ? എന്നാലും ചെറിയൊരു ഭയം, ചെറുതായിട്ടൊരു ഭയം. പോടാ, ഞങ്ങൾക്ക് പേടിണ്ടെങ്കിൽ ജുബിക്കോ, ഞങ്ങൾ മടങ്ങൂല. അബൂജഹൽ അപ്പോഴും സമ്മതിച്ചില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അബൂജഹൽ അപ്പോഴും സമ്മതിച്ചില്ല. അങ്ങനെ അബൂജഹലിന്റെ കൂട്ടത്തിൽ നിന്ന് ഉമൈർ ഇബ്നു വഹബ് മുസ്ലിമീങ്ങളെ ക്യാമ്പ് ഇങ്ങനെ ടെന്റ് ഇങ്ങനെ ചുറ്റാൻ തുടങ്ങി. ചുറ്റിയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞ്, സംഗതി ഓല് 300 ആൾക്കാരേ ഉള്ളൂ, 300 അത്ര ആളുകളെ ഉള്ളൂ, ആൾക്കാർ കുറവാണ്. ഇനി വേറെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കണ്ടോന്ന് അറിയില്ല. ശത്രുക്കളെ മുന്നിൽ വന്നിട്ട് ഇവൻ പറയണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവര് കുടുംബത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ഉറപ്പിൽ വന്നതല്ല, ഓല വിശ്വാസം കൊണ്ട് വന്നതാണ്. കാരണം നമ്മളെ കയ്യിലാണെങ്കിൽ ആയുധം ഇഷ്ടം പോലെ ഉണ്ട്. അമ്പ് വന്നു കഴിഞ്ഞാൽ വില്ലിനെ തടുക്കാനുള്ള കാര്യങ്ങള് അങ്കികൾ നമ്മളെ കയ്യിലുണ്ട്. അറ്റങ്ങളെ കയ്യിൽ ഒന്നുമില്ല. ഓലാണെങ്കിൽ 300ഓളം ആളുകളുള്ളൂ, നമ്മൾ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ചു വന്നതാണ്, മനസ്സറിഞ്ഞ വിശ്വാസം കൊണ്ട് ഇവിടെ എത്തിയതാണ്. അതുകൊണ്ട് നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരാളും മരിക്കേണ്ടി വരും. ആര്? ഉമൈർ ഇബ്നു വഹബ് ഈ കാര്യം പറഞ്ഞപ്പോ ഇവിടെ അങ്ങനെ വന്ന് ഇവിടെ ഓനെ കുറിച്ചിട്ട് ഇവിടെ മാത്രം പറയണേ. അപ്പൊ ഉമൈർ ഇബ്നു വഹബ് പറഞ്ഞു, ഞാൻ കാര്യം പറഞ്ഞതാണ് അബൂജഹലെ, എന്നോട് ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല. കാരണം നമ്മൾ കുറെ ആൾക്കാരുണ്ട്, നമ്മൾ നല്ല ധൈര്യത്തിൽ വന്നു. ഒരു 300ഓളം ആളുകളുള്ളൂ, മുഹമ്മദ് നബിയും സ്വഹാബത്തും 300ഓളം ആളുകളുള്ളൂ. ഓല കയ്യിലൊരു പടയെങ്കിയില്ല, ഓല കയ്യിലൊരു ആയുധമില്ല. ഓല അവിടെ അങ്ങനെ ഇരിക്കുമ്പോ ഓല് മരിക്കാൻ തയ്യാറായിട്ട് തന്നെ വന്നത്. ചെറിയൊരു പേടിയൊക്കെ നമുക്കുണ്ടാവൂലേ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉമൈറിനെ വഹബിനെ അബൂജഹൽ ദേഷ്യപ്പെട്ടു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയണ ഉമൈർ എന്ത് ചെയ്തു? നേരെ വലീദിന്റെ അടുക്കൽ പോയി. വലീദ് കുറച്ച് കൂട്ടത്തിൽ മുതിർന്ന ആളാണ്. വലീദിനോട് എന്ന് പറഞ്ഞ്, നിങ്ങൾ ഞങ്ങളെ കൂട്ടത്തിൽ മുതിർന്ന ആളല്ലേ വലീദെ, നിങ്ങളൊന്നാ അബൂജഹൽ ആ സാധനത്തെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി. അയാൾ കിബറും കൊണ്ടിങ്ങനെ നിൽക്കാണ്. മുസ്ലിമീങ്ങൾ അടുക്കുന്ന സ്വഹാബത്തിന്റെ അടുക്കുന്ന നന്നാക്കി കിട്ടേണ്ടി വരും. അതുകൊണ്ട് വലീദിന്റെ അടുക്കൽ ചെന്ന് സോപ്പിടാണ്. നിങ്ങളൊന്ന് അബൂജഹലിന്റെ അടുത്ത് ചെന്നിട്ട് കാര്യം പറഞ്ഞ
മനസ്സിലാക്കിയില്ല. സാധനത്തിന് അറിയില്ല ഐറ്റങ്ങളെ. വലീദ് നേരെ അബൂജഹലിന്റെ അടുക്കൽ ചെന്ന് സംഗതി പറഞ്ഞു. അബൂജഹൽ സമ്മതിച്ചില്ല. അവസാനം ഉത്ബത്ത് ഇടപെട്ട് പറഞ്ഞ് നമുക്ക് തിരിച്ചു പോയാലോ. ഇത് ഉത്ബത്ത് അങ്ങ് പറഞ്ഞപ്പോ അബൂജഹലിന്റെ കണ്ണങ്ങ് ചുമന്നിട്ട് ഉത്ബനോട് പറഞ്ഞു, ഉത്ബ, നമ്മൾ വന്ന കാര്യം അത് സാധിപ്പിക്കാതെ ഒരിക്കലും തന്നെ ഞങ്ങൾ മടങ്ങൂല. ഒരിക്കലും ഇവിടെ എന്ത് സംഭവിച്ചാലും വേണ്ടിയില്ല, ഞങ്ങൾ മടങ്ങൂല. അങ്ങനെ ചരിത്രം പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് പറയുന്ന, സ്വഹാബാ, പരിശുദ്ധമായ റമദാൻ 17 ആവുകയാണ്. യുദ്ധത്തിന്റെ തലേ ദിവസം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറയുന്നു, സ്വഹാബാ, നാളെ ചിലപ്പോ ശത്രുക്കളെ വീണ്ടും നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. അതുകൊണ്ട് നാളെ ചിലപ്പോ യുദ്ധം നടക്കാൻ സാധ്യതയുണ്ട് സ്വഹാബാ. സ്വഹാബത്ത് വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു, നബിയേ, ഖുറൈശികൾ ആ ചരൽ കുന്നിന്റെ അപ്പുറത്താണല്ലോ നബിയേ. ഖുറൈശികൾ അവിടെ വെള്ളത്തിന്റെ അടുത്താണ് നബിയേ. അവർക്ക് വെള്ളമുണ്ട് നബിയേ, നമുക്ക് വെള്ളമില്ല റസൂലേ. അബൂജഹലും കൂട്ടുകാരും നിൽക്കുന്നിടത്ത് ചെറിയ ഒരു വെള്ളം തടാകമുണ്ട്. ആ തടാകത്തിൽ നിന്ന് അവര് വെള്ളമെടുക്കുന്നുണ്ട്. ഓൽക്ക് കുടിക്കാനും കുളിക്കാനും വെള്ളമുണ്ട്, നമുക്ക് വെള്ളമില്ലല്ലോ റസൂലേ, നമുക്ക് വെള്ളമില്ലല്ലോ നബിയേ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 2 കൈയും നീട്ടി അങ്ങ് ദുആ ചെയ്തു, അല്ലാഹ്, എനിക്കും ഈ പ്രിയപ്പെട്ട അനുയായികൾക്കും നീ മതിവരോളം വെള്ളം തരണേ അല്ലാഹ്, വെള്ളം തരണേ അല്ലാഹ്. ചരിത്രം പറയുകയാണ്, ആരംഭ റസൂലുള്ളാഹി അങ്ങ് ദുആ ചെയ്ത ഉടനെ അതാ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മഴ അങ്ങ് പെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത ഉടനെ ബദറിന്റെ തലേ ദിവസം ബദറിലെ മഴ പെയ്യുകയാണ്. മഴ പെയ്ത ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ഹിബാബിനെ മുൻദർ റളിയല്ലാഹു അൻഹു വന്ന് പറയാൻ, നബിയേ, നമുക്കൊരു ഹൗള് ഉണ്ടാക്കിയാലോ റസൂലേ, നമുക്കൊരു ഹൗള് ഉണ്ടാക്കാൻ നബിയേ. ഈ വെള്ളങ്ങളെല്ലാം നമുക്ക് ശേഖരിച്ചു വെക്കണമല്ലോ റസൂലേ, ഈ വെള്ളങ്ങൾ ശേഖരിച്ചു വെക്കാം, നമുക്കൊരു ഹൗള് ഉണ്ടാക്കാൻ നബിയേ. കണ്ടിട്ടില്ലേ, നമ്മുടെ പള്ളികളിലൊക്കെ വുദൂ ചെയ്യാൻ നമ്മളെ ഹൗള് നിർമ്മിച്ചിട്ടില്ലേ? ആ ഹൗള് പോലെ ഒരു ഹൗള് ബഹുമാനപ്പെട്ട ഹുബാബ് ഇബ്നു മുൻദർ റളിയല്ലാഹു അൻഹു അഭിപ്രായമനുസരിച്ച് പ്രിയപ്പെട്ട സ്വഹാബത്ത് മുത്തുനബിയും സ്വഹാബത്തും ഒരു ചെറിയ ഹൗള് ഉണ്ടാക്കുകയാണ്. ബദറിൽ ചെന്നാൽ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ ഹൗള് ഉണ്ടാക്കി, അങ്ങനെ ഹൗള് നിർമ്മിച്ചു. ആ ഹൗള് നിർമ്മിച്ച ഉടനെ മഴ പെയ്തപ്പോ ആ വെള്ളമെല്ലാം ഹൗളായി. അൽഹംദുലില്ലാഹ്, അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് വെള്ളം കിട്ടി, മുത്തുനബിക്കും സ്വഹാബത്തിനും വെള്ളം കിട്ടി. ഉടനെ തന്നെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ആരംഭ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, ഇത് ബദറിന്റെ തലേ ദിവസമാണ്, ഞങ്ങൾ ഇവിടെ ചെറിയ ഒരു ടെന്റ് ഒരുക്കുകയാണ് റസൂലേ, ഞങ്ങൾ ഇവിടെ ചെറിയ ഒരു കൂടാരം ഉണ്ടാക്കുകയാണ് നബിയേ. ആ കൂടാരം എന്തിനാണ്? തങ്ങളാ കൂടാരത്തിന്റെ അകത്ത് ഇരുന്നാൽ മതി റസൂലേ. ആ കൂടാരത്തിന്റെ പുറത്ത് ഞങ്ങളൊരു വാഹനം വെക്കുന്നുണ്ട്, ഞങ്ങളൊരു കുതിരയെ ഒരു വാഹനം ഞങ്ങളവിടെ നിർത്തിയിടുന്നുണ്ട് റസൂലേ, ഞങ്ങൾ യുദ്ധത്തിനിറങ്ങാം നബിയേ. അങ്ങനെ സ്വഹാബത്തെല്ലാവരും കൂടിയിട്ട് ബദറിൽ ഒരു ചെറിയ ടെന്റ് ഒരുക്കുകയാണ്. ദാർപ്പായ കെട്ടുന്നത് പോലെ ഈന്തപ്പനയുടെ പോലെ മേഞ്ഞിട്ട് ഒരു ചെറിയ ടെന്റ് ഒരുക്കുകയാണ്. ആ ടെന്റിന്റെ അകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടിരിക്കാൻ പറയുകയാണ്.
പറയുകയാ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് പറയാണ്, ആ ടെന്റിന്റെ പുറത്ത് ഞങ്ങൾ ഒരു വാഹനം വെക്കുന്നുണ്ട് റസൂലേ. എന്തിനാണെന്നറിയോ? നാളെ ഞങ്ങൾ ബദറിലേക്ക് ഇറങ്ങിയ ഖുറൈശികളുമായി ശത്രുക്കളുമായി യുദ്ധം നടക്കുമ്പോ അഥവാ ഞങ്ങൾക്കെങ്ങാനും പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല നബിയേ. അതുകൊണ്ട് റസൂലേ, അങ്ങനെ എങ്ങാനും പരാജയപ്പെട്ടാല് തങ്ങൾ ഈ വാഹനപ്പുറത്ത് മക്കയിലേക്ക് മദീനയിലേക്ക് പോവണം നബിയേ. അങ്ങനെ ഒന്നും സംഭവിക്കൂല. പക്ഷേ സംഭവിച്ചാലോ എന്ന മുൻകരുതലാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനോട് പറയുന്നത്. കാരണം അവർക്ക് ജീവന്റെ ജീവനാണ് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. തന്റെ ജീവനേക്കാൾ തന്റെ ശരീരത്തിനേക്കാൾ അവര് സ്നേഹം കൊടുത്തത് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അങ്ങനെ അൽഹംദുലില്ലാഹ് മഴ പെയ്തു, മുസ്ലിമീങ്ങൾക്ക് വെള്ളം കിട്ടി, ഹൗദ് നിർമ്മിച്ചു. ആ ഹൗദിൽ നിന്ന് വേണ്ടതുപോലെ വുദു എടുക്കാൻ വെള്ളം ലഭിക്കുകയാണ്, കുടിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ലഭിക്കുകയാണ്. അൽഹംദുലില്ലാഹ് മഴ പെയ്ത റാഹത്തിൽ ബദറിന്റെ തലേ ദിവസം സ്വഹാബത്ത് സന്തോഷത്തോടെ കിടന്നിറങ്ങുകയാണ്. കൂട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഴ പെയ്യുന്ന സന്തോഷമായ റാഹത്തിൽ സ്വഹാബത്തെല്ലാം ഉറങ്ങുകയാണ്. ആ സമയത്ത് പാതിരാ സമയത്ത് ഞാൻ എന്റെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് മുത്തുനബിയുടെ സമീപത്ത് പോയി നോക്കി. എന്റെ റസൂൽ എവിടെയാണ്, എന്റെ ഹബീബായ തങ്ങൾ എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കുമ്പോ ആരംഭ റസൂലുള്ളാഹിനെ കാണാനില്ല. ബദറിന്റെ തലേ ദിവസം ഒരുക്കി വെച്ച ടെന്റിന്റെ അകത്ത് മുത്തുനബിയെ കാണുന്നില്ല. എന്റെ റസൂൽ എവിടെ, എന്റെ ഹബീബായ തങ്ങൾ എവിടെയാണെന്ന് മഹാനായ അലിയാർ തങ്ങൾ അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ആ ടെന്റിന്റെ പുറത്ത് ചെറിയൊരു മരമുണ്ട്. ആ മരത്തിന്റെ ചുവട്ടിലെ ആരംഭ റസൂലുള്ള സുജൂദിലാണ്. സ്വഹാബത്തെല്ലാം ഉറങ്ങുമ്പോ, സ്വഹാബത്തെല്ലാം ബദറിന്റെ തലേ ദിവസം വിശ്രമത്തിലാകുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന് വിശ്രമമില്ല. നബി തങ്ങൾ അവിടെ സുജൂദിൽ കിടക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ മുത്തുനബിന്റെ അടുക്കലേക്ക് ചെന്ന് നോക്കിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് ദിക്ർ ചൊല്ലുകയാ. ബദറിന്റെ തലേ ദിവസം മുത്തുനബി ചൊല്ലിയ ദിക്ർ ഏതാണെന്നറിയോ? ആ ദിക്റാണ് ഹസ്ബുനല്ലാഹ് നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ആ ദിക്ർ ഇങ്ങനെ മുത്തുനബി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം, ഈ രണ്ട് ദിക്റുകൾ ആരംഭ റസൂലുള്ള നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രം പറയുന്നത് കാണാം. അങ്ങനെ പരിശുദ്ധമായ റമളാൻ 17 വരികയാണ്. റമളാൻ 17 സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബാ അല്ലാഹുവേ, മുത്തുനബി സ്വഹാബത്തിന് ധൈര്യം നൽകുകയാണ്, ഉപദേശങ്ങൾ നൽകുകയാണ്. ആരംഭ റസൂലുള്ള സ്വഹാബത്തിനോട് പറയുന്ന, പേടിയുണ്ടോ സ്വഹാബ? ഇല്ല റസൂലേ, ഞങ്ങൾക്ക് പേടിയില്ല നബിയേ, ഞങ്ങളെ ധൈര്യത്തോടെയാണ് നിൽക്കുന്നത് നബിയേ. ഞങ്ങൾക്കറിയാം, ഞങ്ങളെ 313 ആളുകളാണെങ്കിൽ ഞങ്ങളെക്കാളെ 10 മടങ്ങ് ശത്രുക്കൾ അപ്പുറത്തുള്ളെന്ന് ഞങ്ങൾക്കറിയാം തങ്ങളെ. അബൂജഹലിന്റെ അടുക്കലെ ശത്രുക്കളുടെ അടുക്കൽ ഒരുപാട് അങ്കികളോ അമ്പുകളും ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾക്ക് തങ്ങളുടെ ആ ഒരു വാക്കാട് നബിയേ, ഞങ്ങൾക്ക് പേടിയില്ല, ഞങ്ങൾക്ക് ഭയമില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് ധൈര്യം കൊടുക്കുകയാണ്. അപ്പൊ മുത്തുനബി സ്വഹാബത്തിന് സുബൈന്റെ ശേഷം റമളാൻ 17 ബദർ യുദ്ധം നടക്കുന്ന ദിവസം സുബൈ നിസ്കാരം കഴിഞ്ഞിട്ടോ ഇങ്ങനെ മീറ്റിംഗ് കൂടിയിട്ട് പറയാണ്, സ്വഹാബത്തിന് നിർദ്ദേശം കൊടുക്കുകയാണ്, യുദ്ധത്തിന്റെ നിയമം നിങ്ങൾ പാലിക്കണം. ഒരിക്കലും അവരടുത്തെത്തിയതിന് ശേഷം മാത്രമേ അങ്ങോട്ട് അമ്പ് നെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വെട്ടാൻ പാടുള്ളൂ. ഒരിക്കലും തന്നെ യുദ്ധത്തിന്റെ നിയമം തെറ്റിക്കരുത്.
ചെറിയ മക്കളുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിടണം. സ്ത്രീകളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ആക്രമിക്കരുത്. അള്ളാഹുവിന്റെ റസൂല് യുദ്ധത്തിന് ഇങ്ങനെ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഈ സമയത്ത് ശത്രുക്കളെ കൂട്ടത്തിൽ നിന്ന് ഉമൈർ എന്ത് ചെയ്തു? ഉമൈർ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വന്ന് നോക്കി, എന്താ ഇവരെ പരിപാടി എന്ന് അറിയണല്ലോ. അപ്പൊ ഉമൈർ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. മുത്തുനബി സ്വഹാബത്തിന് ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത് ഉമൈർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉമൈർ ഒളിഞ്ഞു വന്ന് ഇങ്ങനെ നോക്കി. എന്നിട്ട് അബൂജാലിനോട് പറഞ്ഞു, അബൂജാലെ ഓല് വലിയ സംഭവട്ടോ, ഓല് ഉറങ്ങിയിട്ടൊന്നുമില്ല. 313 ആൾക്കാരുള്ള കാര്യമില്ല, ഓല് ഭയങ്കര ഒരുക്കത്തിലാണ്. ഇതിപ്പോ എന്തൊക്കെ പാകുന്നൊരു പൊടുത്തല്ല ഉണ്ടാക്കടാർന്ന്. അബൂജാല് വീണ്ടും പറഞ്ഞു, മുണ്ട പാടില്ല. അല്ലാ, അങ്ങനെ ചരിത്രം പറയും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനെ സ്വഫ് ഇങ്ങനെ ശരിയാക്കി നിർത്തി. സ്വഹാബത്തിനെ സ്വഫ് ശരിയാക്കി നിർത്തി. അപ്പൊ മുസ്ലിമീങ്ങൾ അടുക്കൽ എന്തുണ്ട്? ഹൗദ് ഉണ്ടല്ലോ. അൽഹംദുലില്ലാ, ആ ഹൗദ് നിർമ്മിച്ചാണല്ലോ. അതുകൊണ്ട് നല്ല റാഹത്താണ്. അങ്ങനെ പരിശുദ്ധ റമളാനിന്റെ 17-ന് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനെ സ്വഫ് ഇങ്ങനെ ശരിയാക്കി. അതിന്റെ ഇടയ്ക്ക് ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു എന്നാണ് ചരിത്രം പറയുന്നത്. സമയം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് അത് വീണ്ടും ഒരിക്കൽ പറയാം. അങ്ങനെ അൽഹംദുലില്ലാ മുത്തുനബി സ്വഹാബത്തിന് ഇങ്ങനെ നിർദ്ദേശം കൊടുക്കുകയാണ്, ഒരിക്കലും പേടിക്കേണ്ട, ഒരിക്കലും ബേജാറാവണ്ട, എല്ലാവരും ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടി. അല്ലാഹ് അൽഹംദുലില്ലാ നല്ല റാഹത്ത്. ഇപ്പൊ ശത്രുക്കളെ ഭാഗത്തും അണിനിരന്ന്, മുസ്ലിമീങ്ങളെ ഭാഗത്തും അണിനിരന്ന്, ഖുറൈശികൾ അപ്പുറത്തും അണിനിരന്ന്. ഇനി യുദ്ധം തുടങ്ങൽ എങ്ങനെയാണ്? അബൂജഹൽ ഇങ്ങനെ ആലോചിച്ച് എങ്ങനെ ഇപ്പൊ തുടങ്ങാം? നമുക്ക് തന്നെ തുടങ്ങാം, നമ്മൾ തന്നെ തുടങ്ങാം. ഫിത്ന ഉണ്ടാക്കാൻ മുന്നിൽ പോകാൻ തന്നെയാണ്. അബൂജഹൽ നമുക്ക് തന്നെ തുടങ്ങാം. പക്ഷെ എങ്ങനെ തുടങ്ങും? എന്താ ഇപ്പൊ നമ്മൾ ഒരു കാരണം ഉണ്ടാക്കണല്ലോ. അപ്പോഴാണ് ശത്രുക്കളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, മുസ്ലിമീങ്ങളെ ഹൗദ് ഉണ്ടല്ലോ, നമുക്ക് അതിന് വെള്ളം കുടിക്കല്ലേ. അപ്പോ കുറച്ച് ടീം ആദ്യം വന്നിട്ട് വെള്ളം കുടിക്കാൻ വന്നു. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ അത് തടയണം, കാരണം ഉൽക്കാട് വെള്ളമുണ്ട്, ഒരു പിത്തനക്ക് വരികയാണ്. മുത്തുനബി ആദ്യം പറഞ്ഞേ, വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നോല് കുടിച്ചു പോയിക്കോട്ടെ, അത് നിങ്ങൾ തടയണ്ട. ശത്രുക്കളാണെങ്കിലും വെള്ളല്ലേ, കുടിക്കാൻ വേണ്ടി വരുന്നോല് വെള്ളം കുടിച്ചോട്ടെ. പിത്തന ഉണ്ടാക്കാന് ഈ ഹൗദ് പൊളിക്കാൻ വേണ്ടി ആരെങ്കിലും ഒന്ന് കരുതിയാണെങ്കിൽ അത് നടക്കാൻ പറ്റൂല, അത് നമുക്ക് നടത്താൻ പറ്റില്ല. വെള്ളം കുടിച്ചു പോയിക്കോളും. ആരോടാ പറയണേ? ശത്രുക്കൾ വെള്ളം കുടിച്ചു പോവാണെങ്കിലും മുത്തുനബിക്ക് പ്രശ്നമല്ല. മുത്തുനബി പറയണം, അത് നിങ്ങൾ തടയണ്ട, വെള്ളം പാവല്ലേ, വെള്ളം കുടിച്ചോട്ടെ, വെള്ളം എല്ലാവർക്കും വേണം, അത് കുടിച്ചോട്ടെ. നേരെ മറിച്ച് ആ ഹൗദിനെങ്ങാനും ഓല് വേറെ ഉദ്ദേശം വെച്ച് വരികയാണെങ്കിൽ ഓലെ വെറുതെ വിടാൻ പാടില്ല. അങ്ങനെ കുറച്ചാളുകൾ വന്നിട്ട് വെള്ളം കുടിച്ചു പോയി. അതിനെ ആരും എതിർത്തില്ല. അപ്പോഴാണ് അബൂജഹലിനോട് അസ്വദ് പറഞ്ഞു, അബൂജഹൽ പറഞ്ഞു, അസ്വദേ നീ ആദ്യം ഇറങ്ങണം, ആദ്യം ഇറങ്ങിയിട്ടൊരു കാര്യം ചെയ്യും, മുസ്ലിമീങ്ങളെ ഹൗദ് ഉണ്ടല്ലോ അതങ്ങോട്ട് പൊളിച്ചളാന്ന് പറഞ്ഞു. അതിന് വെള്ളം കുടിക്കും വേണം, മാത്രല്ല ആ വെള്ളം കുടിച്ചിട്ട് അത് പൊളിക്കും വേണമെന്ന് പറഞ്ഞു. അസ്വദ് പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തു, ഓക്കെ, ഞാൻ ഓക്കെയാണ്. അങ്ങനെ അസ്വദ് അവിടെ നിന്ന് വെല്ലുവിളിച്ചു. അസ്വദ് അവിടെ നിന്ന് വെല്ലുവിളിച്ചു, ഞാനിതാ മുസ്ലിമീങ്ങൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഹൗള്, ആ ഹൗള് ഞാൻ പൊളിക്കാൻ വേണ്ടി പോവാണ്. ആ ഹൗളിൽ നിന്ന് ഞാൻ വെള്ളം കുടിക്കുകയും ചെയ്യും, മാത്രമല്ല ആ ഹൗള് ഞാൻ പൊളിച്ചു മാറ്റുമെന്നേ അസ്വദ് ഒന്ന് വെല്ലുവിളിക്കുകയാണ്. അല്ലാഹുവേ, അപ്പോഴാണ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറയാണ്, ഹംസ, നമ്മുടെ മുസ്ലിമീങ്ങളുടെ ഹൗള്, വെള്ളത്തിന്റെ ഹൗള് പൊളിക്കാൻ അസ്വദ് വരുന്നുണ്ട്, നിങ്ങളാണ് ഇറങ്ങേണ്ടത് ഹംസ. ചരിത്രം പറയുന്നു, അസ്വദ് വന്നിട്ട് പറയാണ്, ഞാൻ വെള്ളം കുടിക്കും. ചാടിച്ച അസ്വദ് അവിടുന്ന് മാറേടാ, അസ്ഹബർ ഹൗലിന്നാരേടാ, ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടാ. അസ്വദ് വന്നിട്ട് പറയാണ്, ഞാൻ വെള്ളം എടുക്കും, ഞാൻ മുസ്ലിമീങ്ങളുടെ ഹൗലിൽ നിന്ന് വെള്ളമെടുക്കുമെന്ന് അസ്വദ് ധിക്കാരത്തോടുകൂടെ മുന്നോട്ട് വന്നപ്പോ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാ എന്റെ മുത്തു റസൂലുള്ള നിർമ്മിച്ചു വെച്ച ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കാൻ ധൈര്യമുള്ള ആൺകുട്ടിയാരാ? മഹാനായ വെല്ലുവിളിച്ചത് മഹാനായ സയ്യിദന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു.
അല്ലാഹുവേ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു വെല്ലുവിളി ഏറ്റെടുത്ത് എന്റെ മുത്തുനബി നിർമ്മിച്ച ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കാൻ ധൈര്യമുള്ളവൻ ആരാ? അസ്വദ് വന്ന് ഞാനുണ്ട്, ഞാൻ വെള്ളം കുടിക്കും. പിടയുന്ന പടവാളും മിടി പൊടി പൊരുതി അടർക്കാളം പടർക്കാളം മടി പൊടി കയറി അടരുന്ന അസ്വദ് ഒരു വട്ടം കയറി ചാടുന്ന അസ്വദ് പാടെ മാറിഞ്ഞല്ലോ ചാടി പോലി ഹംസ താഴെ മാറിഞ്ഞല്ലോ ഉത്തോബത്തും ശൈബത്തും നബിയോരയതത്ത് ഉടനടി പോലി ഹംസ ഒരു കുത്ത് കൊടുത്തപ്പോൾ ആലി ഹംസ തടുത്ത് ഉത്തോബത്തോ ശൈബത്തോ വലീദും മാറിഞ്ഞല്ലോ അല്ലാ നേരായ മാർഗം തെളിച്ചല്ലോ. ചരിത്രം പറയുകയാണ് ഹംസ റളിയല്ലാഹു അൻഹു അസ്വദിന്റെ നേരെ പാഞ്ഞെടുക്കുകയാണ്. അസ്വദ് വെള്ളം, ഞാൻ ഈ ഹൗലിലേക്ക് ഇറങ്ങോ, ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കെന്ന് പറഞ്ഞപ്പോ അസ്വദ് വന്നിട്ട് കുറച്ച് വെള്ളം എടുത്ത് ആ വെള്ളം എടുക്കാൻ വന്നപ്പോ അതാ വരുന്ന ചീറ്റപ്പുലിയെ പോലെ മഹാനായ സയ്യിദനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു അസ്വദിന്റെ നേരെ വന്നിട്ട് ഒരു വെട്ടട് കൊടുത്ത് ആരെ? ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ആരാണ്? എന്റെ മുത്തുനബിയുടെ ഹൗലിൽ നിന്ന് വെല്ലുവിളിച്ചിട്ട് വെള്ളം കുടിക്കാൻ ധൈര്യമുള്ളവൻ ആരാ? ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു രണാകുളത്ത് ഇറങ്ങുകയാണ്. അസ്വദ് വന്നിട്ട് ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് അസ്വദിനെ അങ്ങ് വെട്ടുകയാണ്. അസ്വദ് മല്ലനാണ്, അതുപോലെ അസ്വദ് വല്ലാത്ത ശക്തനാണ്. അസ്വദ് ആ ഹൗദിൽ കിടന്ന് ഹൗദിലേക്ക് അങ്ങ് വീണു. ഹൗദിൽ കിടന്നിട്ട് ഹൗദിന്റെ ചുമരങ്ങ് കാലുകൊണ്ടങ്ങ് ചവിട്ടി പൊളിക്കുകയാണ്. അസ്വദിന്റെ ധിക്കാരം നോക്കി നിങ്ങൾ. അസ്വദ് വന്നിട്ട് വെള്ളം കുടിച്ച് ഹംസ റളിയല്ലാഹു അൻഹു വന്നിട്ട് വെട്ടി. അസ്വദ് എന്ത് ചെയ്തു? കാലുകൊണ്ട് ആ പാകം കെട്ട് തീർത്ത് ഹൗദിന്റെ ചുമര ഒറ്റ ചവിട്ട്. ഹൗദ് പൊളിഞ്ഞ് ആ ഹൗദിൽ കിടന്ന് വെട്ടി മഹാനായ സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടിട്ടമ്പിയ സേവതിൽ മാറേടാ വെള്ളല്ലേ ഭീമഹമോദർ ഹൗലീന്ന് വെള്ളം കോടിക്കൊന്നോനാരേടാ വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടിട്ടമ്പിയ സേവതിൽ മാറേടാ വെള്ളല്ലേ ഭീമഹമോദർ ഹൗലീന്ന് വെള്ളം കോടിക്കൊള്ളോനാരേടാ അമ്പൽ ഷഫീഉല്ലാഹ് കാവൽ വെച്ചുള്ള സംബരമിൽ വള്ളച്ചേരടാ ഖൈറുൽ വറാ നബിയാർ കോളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ വമ്പന്മാരുണ്ടെങ്കിൽ ഞാനും കാണട്ടെ വെന്ന് മലത്തോടെ വെള്ളം കോടിച്ചാട്ടെ തുമ്പിക്ക് മാമാനം പൊട്ടിയോളമട്ടെ കൂറിയ വാക്കിനെ കേട്ട് വെളിപ്പാട്ടെ വമ്പന്മാരുണ്ടെങ്കിൽ ഞാനും കാണട്ടെ വെന്ന് മലത്തോടെ വെള്ളം കോടിച്ചാട്ടെ. നിങ്ങളെ കൂട്ടത്തില് ഉമ്മവറ്റാൻ മക്കളായിട്ട് ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ എന്റെ മുത്തു റസൂലുള്ളാഹിന്റെ ഹൗലിൽ വെള്ളം കുടിക്കാൻ ധൈര്യമുള്ളവൻ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു വെല്ലുവിളിക്കുമ്പോ ആ വെല്ലുവിളി ഏറ്റെടുത്ത അസ്വദാണ്. അസ്വദ് നിന്നിട്ട് വെള്ളം കുടിക്കുകയാണ്.
വെട്ടുകയാണ്. അസ്വദിന്റെ കാല് വെട്ടുകയാണ്. ഹംസത്തുൽ കറാർ മുത്തുനബിയുടെ ഹൗദിലേക്ക് കാല് വെച്ചിട്ട് ഹൗദിനങ്ങ് ചവിട്ട് കൊടുക്കുകയാണ് അസ്വദ്. ആ അസ്വദിനെ ഹൗദിൽ വെച്ചിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയാണ് മഹാനായ സയ്യിദനാ ഹംസത്തുൽ കറാർ. ഒരു ചീറ്റപ്പുലി പോലെ അസ്വദിന്റെ അടുക്കിലേക്ക് പാഞ്ഞെടുക്കാൻ ധൈര്യം ലഭിച്ച മഹാനായ സയ്യിദനാ ഹംസത്തുൽ കറാർ. ഹംസ നിങ്ങൾ ബദറിലേക്ക് ഇറങ്ങൂ, ഹംസ നിങ്ങൾ ബദറിലേക്ക് ഇറങ്ങൂ ഹംസ. ഒരു ആൺകുട്ടിയെ പോലെ മഹാനായ സയ്യിദനാ ഹംസത്തുൽ കറാർ നിങ്ങൾ മുത്തുനബിയുടെ വാക്ക് കേട്ടിട്ട് ബദറിലേക്ക് ഇറങ്ങുകയാണ്. ശത്രുക്കളാകെ പേടിച്ചു നിൽക്കുകയാ. അബൂജഹലും കൂട്ടുകാര് അന്താളിച്ചു നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആദ്യമായി ബദറിന്റെ രണാകുളത്തെ കൊല്ലപ്പെട്ടതാരാ? ശത്രുക്കളുടെ നേതാവ് ഖുറൈശികളുടെ പടത്തലവനായ അസ്വദാ. അസ്വദുൽ മഖ്സൂമി അറിയപ്പെട്ട ആളാണ്. നല്ല തടിയനാണ്, നല്ല ആരോഗ്യമുള്ളവനാണ്. ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറഞ്ഞിട്ട് ഒരു കാലത്തെ മക്കയുടെ മണൽ മരുഭൂമി വിശ്വാസികളെ പേടിപ്പിച്ച് നടന്നവനാണ് അസ്വദ്. ആ അസ്വദിന്റെ കണങ്കാലിന് വെട്ടേറ്റി എന്ന് മാത്രമല്ല, മുത്തുനബിയുടെ ഹൗദിൽ ചവിട്ടിയപ്പോ ആ ചവിട്ടിയെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലുകയാണ് മഹാനായ സയ്യിദനാ ഹംസത്തുൽ കറാർ. ശത്രുക്കളെ ഒന്നാമത്തെ വിക്കറ്റ് പോയി. ആ ഓപ്പൺ വിക്കറ്റ് തന്നെ തെറിച്ചു. ഫസ്റ്റ് ബോൾ തന്നെ ഔട്ടായി. ആര്? അസ്വദ്. അസ്വദ് അങ്ങ് പോയപ്പോ ഇവർക്ക് പേടിയായി. മാത്രല്ല ഇവർക്ക് എന്തത് ശത്രുത കൂടി. ഉടനെ തന്നെ അബൂജഹൽ പറഞ്ഞ് ഉത്ബത്തെ ശൈബത്തെ നിങ്ങൾ ഇറങ്ങുക. ഉത്ബത്തെ ശൈബത്തെ അസ്വദിനെയാണ് വകവരുത്തിയത്. ഉടനെ തന്നെ ഉത്ബത്തും ശൈബത്തും വരികയാണ്. മകൻ വലീദും വരികയാണ്. അല്ലാഹുവേ, ബദറിന്റെ രണാകുളത്തേക്ക് ശത്രുക്കളെ ഭാഗത്ത് നിന്ന് ഉത്ബത്തും ശൈബത്തും വലീദും ഇറങ്ങിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുസ്ലിമീങ്ങളെ ഭാഗത്ത് നിന്ന് വിളിച്ചതാരെയാണ്? മഹാനായ മുഅവ്വിദ് റളിയല്ലാഹു അൻഹു, മുആദ് റളിയല്ലാഹു അൻഹു, അൽഫ് റളിയല്ലാഹു അൻഹു. അൻസാരികളായ മദീനയിലെ അൻസാരികളായ 3 സ്വഹാബത്തെ. മുഅവ്വിദേ നിങ്ങൾ ഇറങ്ങൂ രണാകുളത്തേക്ക്. മുആദേ നിങ്ങൾ രണാകുളത്തേക്ക് ഇറങ്ങൂ. അൽഫേ നിങ്ങൾ രണാകുളത്തേക്ക് ഇറങ്ങൂ. ശത്രുക്കളെ കൂട്ടത്തിൽ നിന്ന് ആദ്യം ഇറങ്ങി അസ്വദിന്റെ കാറ്റ് പോയി. അസ്വദ് ചത്തുപോയി, മരണപ്പെട്ടു പോയി, കൊല്ലപ്പെട്ടു പോയി. അസ്വദിന്റെ മരണശേഷം പിന്നെ ശത്രുക്കളെ ഭാഗത്ത് നിന്ന് അബൂജഹൽ പറഞ്ഞു വിട്ടത് ആരറിയോ? പിന്നെ വേറെ 3 മൂത്താപ്പാര്. ആരൊക്കെ? ഉത്ബത്തിനെ, ശൈബത്തിനെ, പിന്നെ വലീദിനെ. ഇത് 3 പ്രഗൽഭരാണ്. അപ്പൊ ഇവര് 3 ഇറങ്ങിയപ്പോ മുത്തുനബി പറഞ്ഞു, മുആദ്, ഔഫ നിങ്ങൾ 3 ഇറങ്ങിക്കോളി, ഓലെ പോരാടാണ്. അപ്പൊ ഇവര് 3 മുസ്ലിമീങ്ങളെ ഭാഗത്തുനിന്ന് ഈ 3 സ്വഹാബത്തും ശത്രുക്കളെ ഭാഗത്തുനിന്ന് ഓലും വന്ന് ഓൽക്ക് കളി കേറിക്കാണ്. കാരണം എന്താ? അസ്വദ് പോയി, ഒന്നാമത്തെ ആളെന്നെ പോയി. അപ്പൊ കളി നന്നാക്കി കേറിങ്ങനെ നിൽക്കണം. അപ്പൊ ഓല് വെല്ലുവിളിച്ച് മുത്തുനബിനെ വിളിച്ചിട്ട് പറയണ, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ഓലും അല്ലല്ല, നമുക്ക് അല്ല. മുത്ത് തങ്ങളെ, ഈ 3 ആളുകളെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളെ നാട്ടാരെ വിട്ടുകൊണ്ട. ഇത് അൻസാരിങ്ങളല്ലേ? ഇത് അൻസാരിങ്ങളായവര് മദീനയിൽ നിന്ന് നിങ്ങളെ കൂടെ വന്ന ആളുകളല്ലേ? ഞങ്ങളെ മക്കക്കാരെവിടെ? ഞങ്ങളെ നാട്ടുകാരെ ഞങ്ങളെ മുന്നിൽ വിട്ടണ്ട. ഇവരെ ഞങ്ങൾക്ക് വേണ്ട. ഓലെ വെല്ലുവിളി കേട്ടാ പോലെ നാട്ടുകാര് ഓല് ഭയങ്കര വെല്ലുവിളിയാ. എന്ത്? ഞങ്ങളെ നാട്ടുകാരെ അങ്ങോട്ട് വിട്ടണ്ട. ഇവരെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളെ നാട്ടുകാരാണ് ഞങ്ങൾക്ക് വേണ്ടത്. നാട്ടാരെങ്കിൽ നാട്ടാര്, ആർക്കാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്നെ വിളിച്ചു, യാ ഹംസ, ഹംസ നിങ്ങൾ എഴുന്നേറ്റ് വാ. സുബ്ഹാനല്ലാഹ്. അസ്വദിനെ വെട്ടിയിട്ട് ഹംസ റളിയല്ലാഹു അൻഹു വീണ്ടും വരികയാണ്. എണാകുളത്തേക്ക് വീണ്ടും ഇറങ്ങാണ്. മാഷാ അല്ലാഹ്. രണ്ടാമത് അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ചു തരാ, അലിയേ നിങ്ങൾ വാ. അലി റളിയല്ലാഹു അൻഹു ഖൈബറിന്റെ പുലിക്കുട്ടി, 2
മല്ലന്മാരായ ശക്തന്മാരായ രണ്ട് സ്വഹാബത്ത് മുത്തുനബിന്റെ ഭാഗത്ത് നിന്നവരാണ്. മൂന്നാമത്തതോ ഉബൈദ് റളിയല്ലാഹു അൻഹു. ഉബൈദ് റളിയല്ലാഹു അൻഹു കുറച്ച് പ്രായമുള്ള ആളാണ്, സ്വഹാബിയാണ്. 63 വയസ്സ്, കുറച്ച് പ്രായമുള്ള സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ഉബൈദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഉടനെ ഈ 3 സ്വഹാബത്തും ബദറിന്റെ രണാങ്കളത്തേക്ക് ഇറങ്ങുകയാണ്. ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഉത്ബത്തിന്റെ ശൈബത്തിന്റെ വലീദുണ്ട്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഉബൈദ് റളിയല്ലാഹു അൻഹു ഉത്ബത്തിനെ നേരിടുകയാണ്. അലി റളിയല്ലാഹു അൻഹു ശൈബത്തിനെ നേരിടുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു വലീദിനെ നേരിടുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു രണാങ്കളത്തിൽ ഇറങ്ങി സെക്കൻഡുകളെ കൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു വലീദിനെ ഒരൊറ്റ കിക്ക് ചെയ്യല്. അതേ പ്രകാരം അലി റളിയല്ലാഹു അൻഹു ശൈബത്തിനെയും നിമിഷങ്ങളെ കൊണ്ട് വകവരുത്തി. നിമിഷങ്ങളെ കൊണ്ട്, ഓൽക്ക് നിമിഷങ്ങൾ മതി. ഹംസ റളിയല്ലാഹു അൻഹു അല്ലേ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിമിഷങ്ങളെ കൊണ്ട് ഓല് വകവരുത്തി. പിന്നെ ഉള്ളത് ആരാ? ഉബൈദ് റളിയല്ലാഹു അൻഹു, ഉത്ബത്ത് റളിയല്ലാഹു അൻഹു ആണ്. ഒരുപാട് നേരം അവർ യുദ്ധം നടന്ന് അവസാനം ബഹുമാനപ്പെട്ട ഉബൈദ് റളിയല്ലാഹു അൻഹു വെട്ടേൽക്കുകയാണ്. ഉബൈദ് റളിയല്ലാഹു അൻഹു വെട്ടേറ്റ സമയത്തുള്ള പ്രായമുള്ള സ്വഹാബിയല്ലേ ഉബൈദ് റളിയല്ലാഹു അൻഹു വെട്ടേറ്റ് രണാങ്കളത്തങ്ങ് വീണപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹംസത്തുൽ കറാർ തങ്ങളെ വിളിക്കുകയാണ്. ഹംസ, നിങ്ങൾ വീണ്ടും രണാങ്കളത്തേക്ക് ഇറങ്ങോ ഹംസ. കാരണം നമ്മുടെ ഉത്ബത്തിൽ വെട്ടേറ്റിട്ടുള്ള ഹംസ പക്ഷിവാനലോകത്തിലൂടെ പറന്ന് കളിക്കുന്നത് പോലെ യുദ്ധക്കളത്തിലൂടെ പറന്നു പോവുകയാണ് മഹാനായ സയ്യിദുനാ ഹംസത്തുൽ കറാർ. ഹംസ റളിയല്ലാഹു അൻഹു നേരെ തന്നെ ഓടിച്ചെല്ലുകയാണ്. ഉത്ബത്തിനങ്ങ് വെട്ടുകൊടുക്കുകയാണ്. ഉബൈദ് റളിയല്ലാഹു അൻഹു വെട്ടിയ ഉത്ബത്ത് എന്ന ശത്രുവിനെ ഹംസ റളിയല്ലാഹു അൻഹു വെട്ടി നിലത്തിടുകയാണ്. ഉടനെ തന്നെ അതാ ഉബൈദ് റളിയല്ലാഹു അൻഹുവിനെ എന്റെ കയ്യിൽ താങ്ങിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഉബൈദ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്തിനാണ് ഉബൈദ് തങ്ങളെ? ആരംഭ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അലസ്തു ശഹീദൻ യാ റസൂലല്ലാഹ്, ഞാൻ ഷഹീദാണോ നബിയേ? എനിക്ക് വളർന്ന് ഷഹീദാവാൻ കഴിഞ്ഞില്ലല്ലോ തങ്ങളെ. ബദറിന്റെ രണാങ്കളത്തിൽ നിന്ന് ശത്രുക്കളെ വെട്ടിയിട്ടപ്പോ ഹംസ റളിയല്ലാഹു അൻഹു ഇറങ്ങിയിട്ട് ആ ശത്രുവിനെ കൂടെ പരാജയപ്പെടുത്തിയല്ലോ. ആ ശത്രു പരാജയപ്പെട്ടപ്പോ ഞാൻ ബദറിൽ കടന്ന് ഷഹീദാവണമെന്ന് ആഗ്രഹിച്ചവനാ നബിയെ. ഞാൻ സ്വർഗം ആഗ്രഹിച്ച ബദറിൽ വന്നവനാണ്. ഇപ്പൊ എന്റെ കാലിൽ വെട്ടേറ്റ് എനിക്ക് പരിക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ. അല്ലാ, ഞാൻ ആഗ്രഹിച്ചത് ഷഹീദാവാനാണ് നബിയെ. ശുഹദാക്കൾക്ക് സ്വർഗീയ ലോകത്ത് ഉന്നതമായ സ്ഥാനമല്ല നൽകുന്നുണ്ടല്ലോ റസൂലേ. അല്ലാഹുവിന്റെ ഹബീബ് ഉബൈദ് തങ്ങളോട് പറയുകയാണ്, അശ്ഹദു അന്നക ഷഹീദ്. നിങ്ങളെ സങ്കടപ്പെടേണ്ട തങ്ങളെ, അശ്ഹദു അന്നക, ഞാൻ നിങ്ങൾക്ക് സാക്ഷി നിൽക്കുകയാണ്. അന്നക ഷഹീദ്, നിങ്ങളെ ഷഹീദാണ്. നിങ്ങൾക്ക് ബദറിൽ പങ്കെടുത്ത ശുഹദാവിന്റെ പ്രതിഫലം അല്ലാഹു തരുന്നതാ തങ്ങളെ. അപ്പോഴാണ് മഹാനായ ഉബൈദ് റളിയല്ലാഹു അൻഹു മനസ്സിന് സമാധാനമായത്. അങ്ങനെ അൽഹംദുലില്ലാഹ് ശത്രുക്കളെ ഭാഗത്ത് നിന്ന് ഇപ്പൊ എത്ര ആള് കൊല്ലപ്പെട്ട്, എത്ര ആള് പോയി ശത്രുക്കളെ ഭാഗത്തുനിന്ന്? മുസ്ലിമുകളെ ഭാഗത്തുനിന്ന് ഇവരെ ആരും മരിച്ചില്ല. എത്ര ആള് പോയി? നിങ്ങൾ പറയ്. 4 ആളുകൾ പോയി. ആരൊക്കെ? അസ്വദ് പോയി, ഉത്ബത്ത് പോയി, ശൈബത്ത് പോയി, വലീദും പോയി. 4 ആളുകൾ ശത്രുക്കളെ ഭാഗത്തുനിന്ന് കൊല്ലപ്പെട്ടു. ഇത് അങ്ങോട്ട് കേട്ടപ്പോ കുറച്ചാളുകൾ അബൂജഹലിനോട് പറഞ്ഞു, അന്നോടേ നേരത്തെ തന്നെ പറഞ്ഞു, ഞങ്ങള് പോക മാണ്ടാന്ന് നേരത്തെ പറഞ്ഞു. അബൂജഹലിനോട് കുറച്ചാളുകൾ എന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായി? 4 ആൾക്കാർ പോയില്ലേ? കുറച്ചാൾ. അപ്പൊ ആ ടൈമിൽ വന്നിട്ടല്ലേ പറയണത്? അബൂജഹൽ ഒന്നട കൊടുത്ത് മുണ്ടത പോടുന്ന ഒന്നട കൊടുത്ത്
അല്ലെങ്കിലേ കലി കയറി നിൽക്കാണ് ഇവിടെ. കാരണം 4 ആളുകൾ പോയില്ലേ, 4 പ്രധാനപ്പെട്ട ആളുകൾ പോയി. ഇനിയോ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിന്റെ സ്വഫ് ഇങ്ങനെ ശരിയാക്കിയിട്ട് ഉപദേശം കൊടുക്കാണ്. സ്വഹാബത്തെ, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളി, ഒന്നും സംഭവിക്കൂല. ശത്രുക്കൾ പോലും മീറ്റിംഗ് കൂടി. ഇനിയിപ്പോ ഒരു കാര്യം നടക്കുള്ളൂ. ഇനി നമ്മൾ കുറെ ആൾക്കാരുണ്ടല്ലോ, നമ്മൾ കൂട്ടായിട്ട് അങ്ങ് യുദ്ധം ചെയ്യാം, അത് ഇനി നടക്കുള്ളൂ, അല്ലാതെ വേറൊരു മാർഗം ഇവിടെ ഇല്ല. അബൂജഹൽ പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്ത് ഓരോരുത്തർ ഇറങ്ങിയിട്ട് കൂട്ടായിട്ടാണ് യുദ്ധം ചെയ്തോളി, അതേ ഇനി ഇവിടെ നടക്കുള്ളൂ മക്കളെ, അല്ലാതെ ഇവിടുന്ന് രക്ഷപ്പെടുന്നു ഒരിക്കലും തോന്നുന്നില്ല. അബൂജഹൽ ഇവർക്ക് കൊടുത്ത ഉപദേശം അതാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ നിങ്ങൾ ധൈര്യപ്പെടുക, നിങ്ങൾ ഒരു നിലക്കും വിഷമിക്കണ്ട, ഒരു നിലക്കും നിങ്ങൾ വിഷമിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ല, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ല. അങ്ങനെ അബൂജഹൽ ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ബദറിലെത്തി. ഇബ്ലീസ് ലഅനത്തുല്ലാഹി ബദറിൽ ഇറങ്ങിയിട്ട് സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ നല്ല വേഷമൊക്കെ ധരിച്ചിട്ട് ഇബ്ലീസ് വന്നിട്ട് അബൂജഹലിന് ഇങ്ങനെ ധൈര്യം കൊടുത്തു, അബൂജഹലെ വിഷമിക്കല്ലേ, നമുക്ക് തിരിച്ചു വരണം, നമുക്ക് കുതിച്ചുയരണം. അല്ലാ, ഇതാരാ? സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ അതേ രൂപം, നല്ല തലപ്പാവ്, നല്ല താടി, നല്ല വസ്ത്രം. ഈ വസ്ത്രമൊക്കെ കണ്ടപ്പോ അബൂജഹലിന് മനസ്സിലായി, അത് വലിയ ഒരാൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്, നിങ്ങൾ മുഹമ്മദ് തങ്ങളെയും അനുയായികളെയും ആക്രമിച്ചോളി, നിങ്ങൾ പരാജയപ്പെട്ടുള്ള ധൈര്യമായിട്ട് ഇറങ്ങിക്കോളി, നിങ്ങൾ കൂട്ടായിട്ട് യുദ്ധം തുടങ്ങിക്കോളി, ഇനി കൂട്ടമായിട്ട് യുദ്ധം തുടങ്ങിക്കോളി. അങ്ങനെ ബദറിൽ കൂട്ടയുദ്ധം തുടങ്ങാണ്. അപ്പോഴും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ ശ്രദ്ധിക്കണം, ശത്രുക്കളെ അടുത്തെത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അവരെ വീശാൻ പാടുള്ളൂ. അള്ളാഹുവെ, 313 സ്വഹാബത്താ ഇവിടെയുള്ളത്. ഈ 313 സ്വഹാബത്തും ആയിരക്കണക്കിന് ആളുകളും കൂട്ടമായിട്ട് യുദ്ധം ചെയ്താൽ എന്തുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കി. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആ ചെയ്യുകയാണ്, അല്ലാ ഇനി കൂട്ടയുദ്ധം നടക്കുകയാണ്, റബ്ബേ എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇവിടെ നിന്നെങ്ങാനും ആരെങ്കിലും ഒരാൾ ഞങ്ങളെങ്ങാനും ഷഹീദായി പോയാൽ ഈ ലോകത്ത് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന സുന്ദരമായ മുദ്രാവാക്യം പറയാൻ ഒരാളും ഇവിടെ ഉണ്ടാകൂല റബ്ബേ. അതുകൊണ്ട് സത്യത്തെ വിജയിപ്പിക്കണമല്ല, സത്യത്തെ വിജയിപ്പിക്കണമല്ല, സത്യത്തെ വിജയിപ്പിക്കണേ അല്ലാ. മുത്തുനബി അതാ ദുആ ചെയ്യുകയാണ്, ആരംഭ റസൂലുള്ള ദുആ ചെയ്യുകയാണ്. സ്വഹാബത്ത് ബദറിന്റെ രണാങ്കളത്തേക്ക് ഇറങ്ങുകയാണ്, ശത്രുക്കളെ ബദറിന്റെ രണാങ്കളത്തേക്ക് ഇറങ്ങുകയാണ്. കൂട്ടയുദ്ധം നടക്കുകയാ, ഓരോരുത്തരെ വെട്ടി നിരത്തുകയാണ്. സ്വഹാബത്ത് പരാജയപ്പെട്ടില്ല, കാരണം അവരെ മനസ്സിന് അല്ലാഹുവിന്റെ ഹബീബ് നല്ല ധൈര്യം നൽകിയിട്ടുണ്ട്. അവരെ മനസ്സിൽ വല്ലാത്ത ഈമാനാണ്. ഞങ്ങളെങ്ങാനും ഇവിടെ ഷഹീദായാൽ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗ്ഗത്തെ ഉന്നതമായ പദവി മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ മുന്നിൽ മരണം തടസ്സമല്ല. ഞങ്ങൾക്ക് അമ്പ് വേണ്ട, വില്ല് വേണ്ട, തടുക്കാൻ അങ്കികള് വേണ്ട. ചീറ്റപ്പുലി പോലെ പാഞ്ഞു വരുന്ന ശത്രുക്കളെ മുഖത്തേക്ക് നോക്കിയിട്ട് ധൈര്യത്തോടെ കണ്ണുകൾ ചുരുട്ടിയിട്ട് അല്ലാഹ് യുദ്ധം ചെയ്യുകയാണ്. ആരംഭ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട സ്വഹാബ മുത്തുനബി അങ്ങ് ദുആ ചെയ്യാൻ തുടങ്ങി. ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായ സ്വഹാബത്ത് ധീരമായ പോരാട്ടത്തിലാണ്. ബദറിന്റെ രണാങ്കളം ചൂടുപിടിക്കുകയാണ്, പൊടിപടലങ്ങൾ പാറിക്കളിക്കുകയാ. പരിശുദ്ധ റമളാനിലെ പകൽ, 17 പകലിലെ അല്ലാഹ് വെള്ളിയാഴ്ച ദിവസം ബദറിന്റെ രണാങ്കളത്ത് ചൂടുപിടിച്ച യുദ്ധം ചൂടുപിടിച്ച് നടക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും ദുആ ചെയ്യുന്നു, റബ്ബേ നിന്റെ സഹായം ഞങ്ങൾക്ക് തരണേ അല്ലാ, നിന്റെ സഹായം ഞങ്ങൾക്ക് തരണേ അല്ലാ.
മുത്തുനബി അങ്ങ് ദുആ ചെയ്തപ്പോ അതാ ബദറിൽ 3 കൊടുങ്കാറ്റടിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. 3 കൊടുങ്കാറ്റടിക്കുകയാണ്. ഒരു കൊടുങ്കാറ്റ് പോലെ ബദറിന്റെ എണാങ്കളത്തേക്ക് വരികയാണ്. ചരിത്രം പറയുന്ന ഒന്നാമത് വന്ന കൊടുങ്കാറ്റ് ഏതാണ്? ബദറിൽ മലക്കുകൾ ഇറങ്ങിയതാണ്. ആരംഭ റസൂലുള്ള ബദറിന്റെ പുറത്താണുള്ളത്, രണാകുളത്തിന്റെ പുറത്താണുള്ളത്. സ്വഹാബത്തെ ശത്രുക്കളുമായി പടപൊരുതുമ്പോ അതാ ബദറിലേക്ക് ഒരു കൊടുങ്കാറ്റടിക്കുകയാണ്. ആ കൊടുങ്കാറ്റടിച്ചത് എന്താണെന്നറിയോ? അത് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നതാണ്. അതാ വരുന്ന ചിറകടിച്ചുകൊള്ള മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ ഹബീബിന്റെ സത്യസന്ധനായ കൂട്ടുകാരനായ ജിബ്രീൽ മുത്തു റസൂലുള്ളാഹിക്ക് ഖുർആനിന്റെ വഹി എത്തിച്ചു കൊടുത്ത മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹിറാ പർവതത്തിന്റെ മുകളിൽ എത്തിയിരിക്കുന്ന മുത്തു റസൂലുള്ളാഹിന്റെ മടിയിലേക്ക് കാല് ചേർത്ത് വെച്ച മുത്തു റസൂലുള്ളാഹിനെ കൂടെ ഇരുന്ന് ഖുർആനിന്റെ വചനം ഓദിച്ചു കേൾപ്പിച്ച മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇസ്രാ മിഅ്റാജിന്റെ യാത്രയിലെ ആരംഭ റസൂലുള്ളാഹിന്റെ വലതുഭാഗത്ത് നിഴലുപോലെ കൂടെ നിന്ന മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, പ്രവാചകന്മാർക്ക് ഖുർആനിന്റെ വഹി എത്തിച്ചു കൊടുക്കുന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബദറിലേക്ക് വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ 1000 മലക്കുകളുണ്ട്. അതാ ബദറിന്റെ അപ്പുറത്തിനുള്ള രണ്ടാമത്തെ കൊടുങ്കാറ്റ് വരികയാണ്. രണ്ടാമത്തെ കൊടുങ്കാറ്റ് വന്നതാരാ? മഹാനായ മലക്ക് മീകായിൽ അലൈഹിസ്സലാം. 1000 മലക്കുകളെ കൂടെ മീകായിൽ അലൈഹിസ്സലാം ബദറിൽ ഇറങ്ങുകയാണ്. മൂന്നാമതൊരു കൊടുങ്കാറ്റടിക്കുകയാണ് ബദറിന്റെ രണാങ്കളത്തില്. അതാരാണെന്നറിയോ? മഹാനായ മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം മൂന്നാമതൊരു കൊടുങ്കാറ്റടിക്കുകയാ. 1000 മലക്കുകളാണ് ഇസ്രാഫീലിന്റെ കൂടെ ബദറിൽ ഇറങ്ങിയത്. 1000 മലക്കുകളാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ബദറിൽ ഇറങ്ങിയത്. 1000 മലക്കുകളാണ് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ബദറിൽ ഇറങ്ങിയത്. ചരിത്രം പറയുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ മാലാഖമാർ ബദറിൽ ഇറങ്ങുകയാണ്. മലക്കുകൾ ബദറിൽ ഇറങ്ങി. മലക്കുകൾ ബദറിൽ ഇറങ്ങിയത് ആര് കണ്ട്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കണ്ടു. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കണ്ട ഉടനെ ഇബ്ലീസ് പറഞ്ഞു, ഇനി ഇവിടെ കൂടുതൽ നിന്നാ പറ്റൂല. അബൂജഹലിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അബൂജഹലിന്റെ കൈ തട്ടിയിട്ട് പറഞ്ഞു, ഞാൻ പോവാണ്. നിങ്ങൾ എങ്ങോട്ടാ പോണേ? ഇന്നി അറ മാലം തറ, ഞാൻ ഇവിടെ പലതും കാണുന്നുണ്ട്. ചില ആളുകൾ ഇവിടെ ബദറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മക്കളെ വേണമെങ്കിൽ എല്ലാരും രക്ഷപ്പെട്ടോളി, ഞാൻ പോവാണ്. അബൂജഹൽ ഇബ്ലീസിനെ മുറുകെ പിടിച്ചു, പോലെ നിങ്ങൾ പോവല്ലേ, നിങ്ങളല്ലേ നമുക്ക് ധൈര്യം തന്ന്. ആനയാണ്, ചേമ്പാണ്, മാനാണ്, തേനാണ്, നിങ്ങൾ അങ്ങട്ടാട്ടിക്കോട്ടെ ഇങ്ങട്ടാട്ടിക്കോളിയാണ് നമുക്ക് ധൈര്യം തന്നിട്ട് നിങ്ങൾ പോവേ, നിങ്ങളെ വിടൂല. ഇബ്ലീസ് ഒരു കുത്തട കൊടുത്ത്, ഒരൊറ്റ കുത്തട കൊടുത്ത് നെഞ്ഞത്തട് വീണു പോയോലെ. എന്നിട്ട് എന്തു? ചുരുക്കി പറയാം, ഇബ്ലീസ് അങ്ങ് കഴിച്ചിലായി. കാരണം എന്താ? മലക്കുകൾ വരുന്നത് ഇബ്ലീസ് കണ്ടു. മലക്കുകൾ വരുന്നത് ഇബ്ലീസ് കണ്ടു. അപ്പൊ ഇബ്ലീസിന്റെ പേടിയായി. കാരണം മലക്കേക്ക് അറിയാലോ, ഇബ്ലീസിനെ അറിയാലോ മലക്കുകളെ, കാരണം കുറെ കാലം കണ്ടിട്ടുണ്ടല്ലോ. ഇബ്ലീസ് രക്ഷപ്പെട്ടു. ഇബ്ലീസ് രക്ഷപ്പെട്ടു, പിന്നെ കൂട്ടയുദ്ധായി. പിന്നെ ചരിത്രം പറയാണ്, സ്വഹാബത്ത് പറയാണ്, മലക്കുകൾ ബദറിൽ ഇറങ്ങിയതിന് ശേഷം ഞങ്ങളെ വാളുകൊണ്ട് ശത്രുക്കൾ എങ്ങനെ വെട്ടാൻ ഓങ്ങുള്ളൂ, അപ്പോത്തിന് പോലെ തലയിട് പോകും. അതാരാ വെട്ടുന്നത്? മലക്കുകൾ ഇറങ്ങി. മലക്കുകൾ ബദറിൽ ഇറങ്ങി. ബദറിൽ ഇറങ്ങിയിട്ട് അബൂജഹലിന്റെ കിങ്കരന്മാരെ, അബൂജഹലിന്റെ ശത്രുക്കളുടെ കിങ്കരന്മാരെ, ഖുറൈശികളുടെ ധിക്കാരികളായ ഖുറൈശികളെ ബദറിന്റെ രണാങ്കളത്തിൽ നിന്ന് സ്വഹാബത്തിന്റെ കൂടെ വെട്ടിനിരത്തി. മഹാന്മാരായ അല്ലാഹുവിന്റെ മാലാഖമാർ അവര് പറയാണ്, ഓരോ സ്വഹാബത്ത് അലി റളിയല്ലാഹു അൻഹു എന്ന് പറയും, ഞാനിങ്ങനെ വാളെടുത്ത് ഇങ്ങനെ വെട്ടാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഓനെ തലക്കി പോവാൻ. ഒരൊറ്റ വെട്ടിന് 3, 4, 5 ആളുകളെ തല ഒരുമിച്ചട് പോകാൻ. കാരണം എന്താ? മലക്കുകളുടെ സഹായാണത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. യുദ്ധം വീണ്ടും ചൂടുപിടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്
മാഷാ അല്ലാ, അൽഹംദുലില്ലാഹ്, സന്തോഷം പറയുകയാണ്. ബദറിൽ കൂട്ടയുദ്ധം നടക്കുന്നു. മലക്കുകൾ ഇറങ്ങിയിട്ട് ശത്രുക്കളെ പരാജയപ്പെടുത്തുന്ന സ്വഹാബത്തതാ ധീരമായ പോരാട്ടവുമായി മുന്നോട്ട് പോവുകയാണ്. അബൂജഹലിന്റെ കൂടെയുണ്ടായിരുന്ന സുറാഖ് ഇബ്നു മാലിക്കിന്റെ വേഷം ധരിച്ചു വന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി രക്ഷപ്പെട്ടപ്പോ അബൂജഹൽ ഇബ്ലീസിനോട് പറഞ്ഞു, ഇബ്ലീസേ, സുറാഖ നമുക്ക് കാണാടാ. അബൂജഹലിനെ അറിയില്ലല്ലോ, ഇത് ഇബ്ലീസ് ആണെന്ന് അറിയില്ലല്ലോ. അബൂജഹൽ കരുതി എന്നാ ഇത് സുറാഖ് ഇബ്നു മാലിക്കാണെന്നാണ്, ഞങ്ങളെ സഹായിക്കാൻ വന്നതാണെന്നാണ്. അബൂജഹൽ പറഞ്ഞു, സുറാഖ ഞങ്ങള് മക്കത്ത് കണ്ട് തിരിച്ചു വരട്ടെ, അനക്കില്ല പണി ഞങ്ങൾ അവിടുന്ന് തരടാ. അപ്പോൾ അബൂജഹലിന്റെ ബോധ്യം എന്താ അറിയോ, ഓൻ പരാജയപ്പെടൂല തന്നെ. ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടിട്ടും അബൂജഹലിന്റെ ബോധ്യം എന്താ, അബൂജഹലിന്റെ ആഗ്രഹം എന്താ, ഞങ്ങളെ തോറ്റെടുക്കൂല, ഞങ്ങളെ തോൽപ്പിച്ചാൻ ഓൾക്ക് കഴിയൂല. എന്നിട്ട് ഓടിപ്പോണ ഇബ്ലീസ് സുറാഖന്റെ വേഷം ധരിച്ച് ഇബ്ലീസ് പോയപ്പോ, സുറാഖ അജ് പോയിക്കോ, അന്നെ മക്കത്ത് നിന്ന് വന്നിട്ട് അനക്ക് നല്ല പണി ഞങ്ങൾ തരും. ആരെ? ഇബ്ലീസ് പറയാണ്. ചരിത്രം പറയുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ ശത്രുക്കൾ ഓരോന്നായിട്ട് മരിച്ചു വീഴാൻ തുടങ്ങി, കൊല്ലപ്പെടാൻ തുടങ്ങി ബദറിന്റെ രണാങ്കളത്തില്. അപ്പോഴാണ് അബൂജഹൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇനി എന്താ ചെയ്യാം? സുബ്ഹാനല്ലാഹ്, എല്ലാ ശത്രുക്കളും പരാജയപ്പെടാൻ, എല്ലാവരും പരാജയപ്പെടാൻ തുടങ്ങി. അങ്ങനെ ചരിത്രം പറയുന്നുണ്ട്, ബദറിന് രണാങ്കാണം പൊടി പാറും ബഹുമാനരാസഹബയും നീരം ബദറാം റസൂലോരും ദുആയിരും പലതില്ലാ ചരിതം പിറന്നീടുന്നേ ബദറിൽ മലായികത്തിറങ്ങുന്നുണ്ടേ ഇബ്ലീസ് അത് കണ്ടേ വിരളി പോണ്ടേ കുഫറിൽ പടയം നായി തകരുന്നുണ്ടേ കൂട്ടത്തെ ബീറും മുഴങ്ങുന്നുണ്ടേ ബദറിൽ മലായികത്തിറങ്ങുന്നുണ്ടേ ഇബ്ലീസ് അത് കണ്ടേ വിരളി പോണ്ടേ കുഫറിൽ പടയം നായി തകരുന്നുണ്ടേ കൂട്ടത്തെ ബീറും മുഴങ്ങിടുന്നേ. അല്ലാഹുവേ, ചരിത്രം പറയുകയാണ്, അബൂജഹലിന്റെ കിങ്കരന്മാർ ഓരോന്നായി ബദറിന്റെ രണാങ്കളത്ത് ഇങ്ങനെ പിടഞ്ഞു വീഴുമ്പോ അല്ലാഹു സ്വഹാബത്തത അല്ലാഹു അക്ബർ എന്ന ധ്വനിയുമായി ബദറിന്റെ രണാങ്കളത്ത് മുന്നേറുകയാണ്. അബൂജഹലിനെ പേടിയായി. അല്ലാഹ് ഇനി എന്ത് ചെയ്യും? ഓരോരുത്തരായി പിടഞ്ഞു വീണല്ലോ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? അല്ലാഹ് ശത്രുക്കൾക്ക് അടിപതറാൻ തുടങ്ങി, ശത്രുക്കളെ ഭയക്കാൻ തുടങ്ങി. ശത്രുക്കളെ കൂട്ടത്തിൽ നിന്ന് മഖ്സൂമികൾ വന്ന അബൂജഹലിന് സംരക്ഷണം ഏർപ്പെടുത്താൻ തുടങ്ങി. കാരണം ഇവരുടെ നേതാവാര അബൂജഹലാണ്. അബൂജഹൽ കൂടി പോയാ കഥ കഴിഞ്ഞു. അബൂജഹലിന് സംരക്ഷണം ഏർപ്പെടുത്താണ് ശത്രുക്കള്. അബൂജഹലിന് ശത്രുക്കൾ വന്നിട്ട് പറഞ്ഞു, അബൂജഹലെ, ഇനി മുസ്ലിമീങ്ങൾ നോക്കുന്നത് നിങ്ങളെയാണ്, ഇനി നിങ്ങളെയാണ് വകവരുത്താൻ നോക്കുന്നത്. ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു അവരൊക്കെ നോക്കുന്നത് അബൂജഹൽ എവിടെയെന്നാണ്. ഇനി നിങ്ങൾ രക്ഷപ്പെടണം. പോനെ അബൂജഹലിന് വലയം തീർത്ത് ആര്? ശത്രുക്കൾ വന്നിട്ട് അബൂജഹലിന് വലയം. അപ്പൊ അബൂജഹൽ ധരിച്ച വസ്ത്രം ഏതാണെന്നുള്ളത് മുസ്ലിമീങ്ങൾക്ക് നല്ല അറിയാം. അപ്പൊ ഉടനെ തന്നെ ഹംസ റളിയല്ലാഹു അൻഹു സ്വഹാബത്തും അബൂജഹലിന്റെ വസ്ത്രം അബൂജഹലിന്റെ കൂട്ടത്തിൽ, കാരണം ആകെ പൊട്ടി പറയാനൊക്കെയാണല്ലോ, അബൂജഹൽ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയെടുക്കുകയാണ്. അപ്പൊ ശത്രുക്കൾ പറഞ്ഞ അബൂജഹലിനോട്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ധരിച്ച ഡ്രസ്സ് ഉണ്ടല്ലോ ആ പടങ്ങി അതൊന്ന് മാറ്റിക്കളി, എന്നാ പിന്നെ മറ്റൊരു വസ്ത്രം നോക്കിയാണ് ചിലപ്പോ അമ്പയും നിങ്ങൾക്ക് കിട്ടും. ഏതായാലും നമ്മൾ തോൽക്കാനായിക്കണം. ശത്രുക്കളൊക്കെ കുറെ ആൾക്കാർ ചെതറിയോടി, കുറെ ആൾക്കാർ കൊല്ലപ്പെട്ട്. അപ്പൊ അബൂജഹൽ വേഗം ഡ്രസ്സ് അടൂരി. അബൂജഹലിന് വേറെ പ്രത്യേക ഡ്രസ്സാണല്ലോ, അമീറന്മാർക്ക് അങ്ങനെയല്ലോ. അബൂജഹൽ ധരിച്ച പടങ്കി ഡ്രസ്സ് മാറ്റിയിട്ട് നേരെ അബ്ദുല്ലാഹിബ്നു മുൻദിറിന് കൊടുത്തു.
അബ്ദുല്ലാഹിബ്നു മുൻദിർ അത് പാവം അതിന് ധരിപ്പിച്ചു ഇട്ടോ, എന്നാ പിന്നെ ഇജാണെന്ന് അബൂജഹൽ കരുതിക്കോളും. അങ്ങനെ ഓട്ട് രണാങ്കളത്തേക്ക് വലിയ ആളായിട്ട് ഇറങ്ങി. ഉടനെ തന്നെ ഓടി വന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു അബൂജഹൽ എന്ന് പറഞ്ഞിട്ട് ഒറ്റ കൊട്ടർ കൊടുത്തു, ഒറ്റ വെട്ട്. ആര്? അലി റളിയല്ലാഹു അൻഹു വന്നിട്ട് വെട്ടി. പക്ഷെ അത് അബൂജഹലല്ലേ. അബൂജഹലിന്റെ പടങ്കിട്ട ആരായിരുന്നു? അബ്ദുല്ലാഹിബ്നു മുൻദിർ ആയിരുന്നു. പിന്നെ അബ്ദുല്ലാഹിബ്നു മുൻദിറിന്റെ അടുത്ത് ആ പടങ്കി ഊരിട്ട് നേരെ മുഗീറക്ക് കൊടുത്തു. മുഗീറ ധരിച്ചിട്ട് ബദറിലേക്ക് ഇറങ്ങി. ഉടനെ തന്നെ ഓടി വന്ന മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ പടയങ്കി ധരിച്ച്, പേടിത്തൊണ്ടനായ അബൂജഹലിന്റെ പടയങ്കി മുഗീറ ധരിച്ച് മുഗീറയെ വന്ന് വെട്ടുകയാണ് മഹാനായ സയ്യിദനാ ഹംസത്തുൽ കർറാർ. അങ്ങനെ പാവം സാധുവായ മുഗീറും പോയി. അപ്പൊ മുഗീറ കൊല്ലപ്പെട്ടപ്പോ മുഗീറിന്റെ ശരീരത്തിൽ നിന്ന് ഡ്രസ്സ് ഊരിയിട്ട് ഹർമലത്ത് ധരിച്ച് കിടന്ന്. ഇത് അബൂജഹലിന്റെ ഡ്രസ്സാണ്. അബൂജഹൽ കഴിച്ചിലാവാൻ വേണ്ടി എടുത്ത വളവാണത്. അലി റളിയല്ലാഹു അൻഹു വന്നിട്ട് ഹർമലത്തിന് വെട്ടി. ഈ ഡ്രസ് ഇട്ടോലൊക്കെ വെട്ടാണ്. അവസാനം ശത്രുക്കള് ഖാലിദ് ഇബ്നു അംലമിന്റെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ ധരിക്കും, എനിക്ക് വേണ്ട. കാരണം എന്താ? ഇത് ഇട്ടോലൊക്കെ വെട്ടിട്ടാണ്. ഇത് ഇട്ടോലൊക്കെ ഓലെ വെട്ടാണ്. ഈ ഡ്രസ്സ് നോക്കി അബൂജഹലിന്റെ ഡ്രസ്സ് നോക്കിയാണ്ട് വെട്ടാണ്. അവിടെ എനിക്ക് വേണ്ട. ആരെ? ഖാലിദ് ഇബ്നു അംലം പറഞ്ഞു വേണ്ട സമ്മതിക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും ധരിച്ചില്ല. അവസാനം ശത്രുക്കൾ എന്ത് ചെയ്തു? രണ്ട് വൃക്ഷത്തിന്റെ ഉള്ളിലായിട്ട് അബൂജഹലിനെ ഒളിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പയുണ്ട് ചരിത്രം പറയുന്നു, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വരികയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ രണ്ട് ഭാഗത്ത് രണ്ട് കുട്ടികളുണ്ട്. ബദറിന്റെ രണാങ്കളാണല്ലോ, രണ്ട് കുട്ടികളുണ്ട്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു, മുആവിദ് റളിയല്ലാഹു അൻഹു അൻസാരികളായ രണ്ട് മക്കളാണ്. അപ്പോ അവര് ചോദിക്കാണ് അബ്ദുറഹ്മാൻ ഇബ്നു തങ്ങളോട്, അല്ല തങ്ങളെ, ഈ കൂട്ടത്തിൽ ഈ അബൂജഹൽ എന്ന് പറയുന്ന സാധനം ആരാ? അപ്പോ അബൂജഹൽ ആരാ? അപ്പൊ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, എന്തിനാണ്? ഞങ്ങൾക്ക് കൊല കൊല്ലാനാണ്. സുബ്ഹാനല്ലാഹ്. ഈ രണ്ട് ചെറിയ മക്കളും രണ്ട് ഭാഗത്തും രണ്ട് ചെറിയ മക്കൾ ഇങ്ങനെ നിന്നിട്ട് ചോദിക്കാണ്, അല്ല തോണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കാണ്, അല്ലല്ല ഈ കൂട്ടത്തിൽ അബൂജഹൽ എവിടെ? അപ്പൊ എന്തിനാ നിങ്ങൾക്ക് അബൂജഹലിനെ ചോദിച്ചു? ഞങ്ങൾക്ക് ഓനെ കൊല്ലാനാ. ചെറിയ കുട്ടികളെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയണേ, ഞാൻ ആദ്യം കേട്ടത് ഇന്റെ രണ്ട് ഭാഗത്ത് രണ്ട് ചെറിയ മക്കളാണ് നിൽക്കുന്നത് എന്നാണ്. പക്ഷേ ഇവരെ ചോദ്യം കേട്ടപ്പോഴല്ലേ മനസ്സിലായത് രണ്ട് മക്കളല്ല, രണ്ട് പർവ്വതങ്ങളെ പോലെയുള്ള ആളുകളാണ് നിൽക്കുന്നത്. അള്ളാഹുവേ, രണ്ടുപേരും ഇറങ്ങി. മുആദ് റളിയല്ലാഹു അൻഹു, മുഅവ്വിദ് റളിയല്ലാഹു അൻഹു ഒളിച്ചു നിൽക്കുന്ന അബൂജഹലിനെ ബദറിന്റെ രണാങ്കളത്ത് ഇറങ്ങിയിട്ട് വെട്ടുകയാണ്. അല്ലാഹുവേ, മുആദ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ കാലിന് പോയി അങ്ങ് വെട്ടി. ആദ്യം തന്നെ കാലിന് വെട്ടുന്നത് എന്തിനാണ്? അബൂജഹലിന്റെ കാലിനങ്ങ് വെട്ടിക്കെട്ടിയപ്പോ രണാങ്കളത്തിൽ വലിയ ശബ്ദത്തോടുകൂടി അബൂജഹൽ അങ്ങ് വീണു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നത് കാണാം. അങ്ങനെ രണ്ട് മഹാന്മാരായ രണ്ട് കുഞ്ഞു മക്കളെ വന്നിട്ട് അബൂജഹലിന്റെ കാലിനങ്ങ് വെട്ടുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹു വലത് കാലിന് വെട്ടുകയാണ്. മുഅവ്വിദ് റളിയല്ലാഹു അൻഹു ഇടത് കാലിന് വെട്ടുകയാണ്. ആ രണ്ട് വെട്ടങ്ങേറ്റപ്പോ അബൂജഹൽ അതാ രണാങ്കളത്തിൽ പദോം എന്ന് പറയുന്ന വലിയ ഒരു ശബ്ദത്തിൽ അങ്ങ് ബദറിന്റെ രണാങ്കളത്തിൽ അങ്ങ് നിലംപതിക്കുകയാണ്. അബൂജഹൽ അതാ നിലംപതിക്കുമ്പോ പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ചെറിയ സ്വഹാബിയാണ്, പ്രായം കുറഞ്ഞ സ്വഹാബിയാണ്, ഉയരം കുറഞ്ഞ സ്വഹാബിയാ. ആ സ്വഹാബി വന്നിട്ട് അബൂജഹലിന്റെ നേരെ വന്നിട്ട് പറയാണ്, അബൂജഹലെ, നിന്നെ ഞാൻ കൊല്ലുമടാ, നിന്നെ ഞാൻ കൊല്ലും അബൂജഹലെ, നിന്നെ ഞാൻ കൊല്ലും അബൂജഹലെ.
ആരാ പറയുന്നത്? ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്ന് പറയാണ്, അബൂജഹലിന് അനങ്ങാൻ കഴിയുന്നില്ല. ശത്രുക്കളെല്ലാവരും പരാജയപ്പെട്ടു പോയി. കുറെ ആളുകൾ ചിതറിയോടി, ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. അബൂജഹലിനെ സംരക്ഷിക്കാൻ ആരുമില്ല. സത്യം അവിടെ വിജയിക്കുകയാണ്. രണ്ട് മക്കളടുക്കൽ നിന്ന് കാലിന് വെട്ടേറ്റപ്പോ ഓടാൻ പോലും സാധിക്കാതെ ബദറിന്റെ രണാങ്കളത്തിലെ ഇസ്ലാമിന്റെ ശത്രുവായ ഖുറൈശികളുടെ ശത്രുക്കളുടെ നേതാവായ അബൂജഹല്, അല്ലാഹുവിന്റെ ഹബീബിനെ എല്ലാ സമയത്തും വേദനിപ്പിച്ചിരുന്ന അബൂജഹല്, സ്വഹാബത്തുൽ കിറാമിനെ ഏത് സമയത്തും വേദനിപ്പിച്ചിരുന്ന അബൂജഹല് ബദറിന്റെ രണാങ്കളത്തിൽ പിടഞ്ഞു വീഴുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, അബൂജഹലേ, നിന്റെ തല ഞാൻ വെട്ടിയെടുക്കാൻ പോവാ, നിന്റെ തല ഞാൻ വെട്ടിയെടുക്കാൻ പോവുകയാണ്. ഉടനെ തന്നെ അബൂജഹൽ ഇബ്നു മസ്ഊദ് തങ്ങളോട് പറയാണ്, ഇബ്നു മസ്ഊദേ, നീ എന്റെ തലയെടുക്കുന്നത് നിനക്ക് പ്രശ്നമില്ല, പക്ഷെ നീ തലയെടുക്കല്ലേ. കാരണം നീ അടിമയല്ലേ, അടിമയല്ലേ. ഉടമയായ എന്റെ തല ഒരു അടിമയെടുക്കുകയോ, അതിനേക്കാൾ ഞാൻ മരിക്കുന്നതിന് എനിക്കല്ല പ്രശ്നമല്ല. ഞാൻ ബദറിന്റെ രണാങ്കളത്തിൽ നിന്ന് മരിക്കുന്നതിന് എനിക്ക് പ്രശ്നമല്ല, പക്ഷേ നീ എന്റെ തലയെടുക്കുന്നതാണ് എന്റെ പ്രശ്നം, നീ എന്റെ തല വെട്ടുന്നതാണ് പ്രശ്നം. കാരണം എന്താ? ഉടമയായ വലിയവനായി ഞാൻ, കണ്ടോ, മരിക്കാൻ നേരത്തെ ഹൈവാന്റെ കിബറണ്ടിലെ വലിയവനായ ഞാൻ എന്റെ തല അടിമയായി വെട്ടെ എന്ന് പറഞ്ഞിട്ട് അബൂജഹലെ കളിയാക്ക. ഇബ്നു മസ്ഊദ് തങ്ങൾ ഒന്നും നോക്കിയില്ല, കൊടുത്തു വെട്ടെ. അബൂജഹലിന്റെ തലക്ക് നോക്കിയിട്ട് വെട്ടി. അബൂജഹല് ബദറിന്റെ രണാങ്കളത്തിൽ നിന്ന് അവസാന ശ്വാസം വലിച്ച് അബൂജഹലിനെ കൊല്ലപ്പെട്ടു. അബൂജഹല് കൊല്ലപ്പെട്ടോടുകൂടെ പിന്നെ എല്ലാം ബദറെല്ലാം അടങ്ങി. ബദറിന്റെ രണാങ്കളത്തിൽ അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ ധ്വനികളുമായി മഹാന്മാരായ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ ഹബീബേ, അബൂജഹൽ കൊല്ലപ്പെട്ടു നബിയേ, ബദർ ജയിച്ചടക്കി നബിയേ, ബദർ ജയിച്ചടക്കി നബിയേ, ബദറിന്റെ രണാങ്കുളം നമ്മളെ ജയിച്ചടക്കിയിട്ടുണ്ട് നബിയേ. ആരംഭ റസൂലേ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പരിശുദ്ധമായ പുണ്യ റമദാനിന്റെ 17-ന് ബദറിന്റെ രണാങ്കളത്തിൽ നിന്ന് മഹാന്മാരായ സ്വഹാബാ 313 സ്വഹാബാ ബദറിന്റെ രണാങ്കളത്തിൽ ബദർ ജയിച്ചടക്കുകയാണ്. ആയുധങ്ങളെ കുറവല്ലേ അല്ലാ, പക്ഷേ മനസ്സിന്റെ ഈമാനാണ്. പരാജയപ്പെടൂല എന്ന മനസ്സിന്റെ ഈമാനാണ്, പരാജയപ്പെടൂല എന്ന മനസ്സിന്റെ ഈമാനാണ്. ബഹുമാനപ്പെട്ട മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് ശുക്റിന്റെ സുജൂദ് ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ദീൻ ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. എല്ലാവരും മൂന്നട്ടം അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ചരിത്രം വളരെ വിശാലമാണ്, സമയക്കുറവ് മൂലമാണ് ഉസ്താദ് ചുരുക്കി പറഞ്ഞത്. അബൂജഹലിന്റെ അന്ത്യം ബദറിൽ അങ്ങ് കഴിഞ്ഞ സമയത്ത് അല്ലാഹുവേ, പിന്നെ അബൂജഹലിന്റെ തലയതാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ തല കൊണ്ടുവരികയാണ്. എങ്ങനെയാണെന്നറിയോ? വലിയ തലയല്ലേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെറിയ സ്വഹാബിയാണ്, ചെറിയ സ്വഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആദ്യം വന്നു നോക്കി, ഈ ചങ്ങായി ശ്വാസം വലിച്ചിക്കണോ, അന്ത്യശ്വാസം വലിച്ചിക്കണോ? കാരണം അവൻ വളവനാ, അവൻ പഠിച്ച വളവനാണോ? സ്വന്തം മരണം പേടിച്ചിട്ട് ധരിച്ച അങ്കി വേറെല്ലോൽക്ക് ധരിപ്പിച്ചിട്ട് ഓല യുദ്ധത്തേക്ക് മരണത്തേക്ക് പറഞ്ഞു വിട്ടാനാണ് അബൂജഹൽ. ഓനെ ശ്രദ്ധിക്കണം. അപ്പൊ അബൂജഹൽ വലിയ സാധനമല്ലോ, വലിയ സാധനം അബൂജഹൽ. അപ്പൊ അങ്ങനെ വെട്ടും കെട്ടിയിട്ട് ഇങ്ങനെ മല പോലെ ഇങ്ങനെ കിടക്കുക, അനങ്ങാൻ കഴിയാതെ കിടക്കുക. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്ന് അവന്റെ തല വെട്ടിക്കൊണ്ടോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നോക്കി,
ഓനെ ജീവണ്ടോ നോക്കുകയാണ്. ഒരു ചെറിയ കമ്പി എടുത്ത് ഇങ്ങനെ കുത്തിയോക്കി സാധനത്തിന് ജീവണ്ടോ നോക്കുകയാണ്. കുത്തിയൊക്കെയല്ലേ അറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ട് അളകുണ്ടെങ്കിൽ സാധനം. കാരണം അങ്ങനെ കുത്തിയോക്കിയിട്ട് അടുത്തേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. കാരണം പേടിയാണ്. കാരണം കിടക്കണത് അബൂജഹലാണ്, പഠിച്ച വളവനാണ്, 18 അടവും പഠിച്ചവനാണോ. ഓൻ മരിച്ചോലെ പോരക്കാൻ ചിലപ്പോ ഇങ്ങനെ കിടക്കുക ചോദിച്ചു. അപ്പൊ കമ്പി കൊണ്ട് ഇങ്ങനെ കുത്തിയോക്കി. സംഗതി എന്തുണ്ട്, ജീവണ്ട്, പക്ഷെ അനങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഇബ്നു മസ്ഊദ് സ്ഥലം കെട്ട് വെട്ടി മാറ്റി. ഇനി തല മുത്തുനബിന്റെ മുമ്പിൽ കൊണ്ടുപോകണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അപ്പോഴാണ് ആലോചിച്ചത്, പണ്ട് സൂറത്തു റഹ്മാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ സൂറത്തു റഹ്മാനെ കഅബാലയത്തിന്റെ പരിസരത്ത് നിന്ന് ഓതുമ്പോ ഈ അബൂജഹൽ വന്നിട്ട് എന്റെ ചകിട്ടത്തടിച്ചിരുന്നു. കുഞ്ഞു സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ചകിട്ടത്ത് അബൂജഹൽ വന്നടിച്ചിരുന്നു. അന്ന് ചകിട്ടത്തടി കെട്ടിയപ്പോ കാതങ്ങ് മുറിവായി രക്തമിങ്ങനെ ഒലിക്കുകയാണ്. ഈ പരാതിയുമായി ഇബ്നു മസ്ഊദ് തങ്ങളെ മുത്തുനബിന്റെ മുന്നിൽ ചെന്ന് പറഞ്ഞു, നബിയേ, എന്നെ അബൂജഹൽ ചകിട്ടത്തടിച്ചു നബിയേ. അടിച്ചു എന്ന് മാത്രമല്ല, എന്റെ ചെവി ഓട്ടയായിട്ടുണ്ട്. മുത്തുനബിയും സ്വഹാബത്തും സാരമില്ല ഇബ്നു മസ്ഊദേ, അബൂജഹൽ എന്നെ അള്ള പണി കൊടുത്തോളുമെന്ന് പറഞ്ഞ് അപ്പോഴതാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പുഞ്ചിരിച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. അള്ളാന്റെ ഹബീബ് ചോദിച്ചു, ജിബ്രീലേ, ഞങ്ങളെല്ലാവരും സങ്കടത്തോടെ നിൽക്കുമ്പോ എന്തേ നിങ്ങളിങ്ങനെ പുഞ്ചിരിക്കുന്നത് എന്തിനാണ്? ബഹുമാനപ്പെട്ട ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, തങ്ങളെ, ഞാൻ ചിരിച്ചതിന്റെ രഹസ്യം നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും നബിയേ. അപ്പൊ ആ രംഗം ഇങ്ങനെ ആലോചിച്ചു കൊടുത്തു. ആരെ? ഇബ്നു മസ്ഊദ് തങ്ങള്. അന്ന് ഈ ചെങ്ങായിന്റെ ചവിട്ടത്തോട്ട് അടിച്ചിട്ട് ഇവിടെ മുറിയായിനി. ഒരു കമ്പി എടുത്തിട്ട് കൊടുത്തൊരു കുത്ത്. കൊടുത്തേ, ഒരു കുത്തട കൊടുത്തേ. അവിടെ അബൂജഹലിന്റെ ചകിട്ടത്ത് നോക്കിയിട്ട് ഒരു കുത്തട കൊടുത്തു. അവിടെ റോട്ടിയാക്കി. എന്റെ ചവിട്ടത്തടിച്ച ഓട്ടിയതല്ലേ. എന്നിട്ടൊരു കയറെടുത്തിട്ട് ഒരു കമ്പി എടുത്തിട്ട് ആ ചവിട്ടിൽ ഇങ്ങനെ കൊളത്തിയിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയി. ആരെ? മഹാനായ സയ്യിദുനാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിലേക്ക് കൊണ്ടുപോയി. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക്. ഇത് അബൂജഹലിന്റെ തലയാണ്. ഇസ്ലാമിന്റെ ധിക്കാരിയായി ഇസ്ലാമിന് ധിക്കാരത്തോടെ മുന്നോട്ട് വന്ന മുസ്ലിമീങ്ങളെ എപ്പോഴും ഉപദ്രവിച്ചിരുന്ന ഒരു നാടിന്റെ തന്നെ ഏറ്റവും വലിയ ശാപമായി മാറിയ പാവപ്പെട്ട ജനങ്ങളെ എപ്പോഴും ആക്രമിച്ചു കൊണ്ടിരുന്ന, സ്വത്ത് കത്തെടുത്ത്, സ്വത്ത് മോഷ്ടിച്ച്, സ്വത്ത് കൊള്ള നടത്തിയിട്ട് മുത്ത് റസൂലുള്ളാഹിയെയും അനുയായികളെയും ഏത് സമയത്തും പരിഹസിച്ചിരുന്ന അബൂജഹലെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്ത് നിസ്കരിക്കുന്ന മുത്താറ്റിൽ നബിയുടെ ശരീരത്തേക്ക് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടെറിഞ്ഞ അബൂജഹൽ ബദറിന്റെ രണാങ്കളത്തിൽ മുത്ത് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ഇബ്നു മസ്ഊദ് തങ്ങൾ അബൂജഹലിന്റെ തല കൊണ്ടുവരുമ്പോ അവിടെ നിന്നതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും ചിരിച്ചു വരികയാണ്. യാ റസൂലല്ലാഹ്, അന്ന് ഞാൻ ചിരിച്ചപ്പോ, അന്ന് അബൂജഹലിന്റെ അടുക്കൽ ഇബ്നു മസ്ഊദിനെ അടി കിട്ടിയപ്പോ ഞാൻ ചിരിച്ചപ്പോ തങ്ങളെ ചോദിച്ചില്ലേ, എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നതെന്ന് ചോദിച്ചില്ലേ? ആ ചിരിയുടെ രഹസ്യം പിന്നീട് മനസ്സിലാകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ നബിയേ. ആ ചിരിയുടെ രഹസ്യമാണ്, ആ ചിരിയുടെ രഹസ്യമാണ് ബദറിൽ കണ്ടത് നബിയേ. അന്ന് കഅബാലയത്തിന്റെ പരിസരത്തിലുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹൽ ചകിട്ടത്തടിച്ച് മുറിവാക്കിയപ്പോ അതിന് പകരം അല്ലാഹ് കൊടുത്തതാണ് നബിയേ. അതിന് പകരമായിട്ട് അല്ലാഹു നൽകിയതാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, ബദറദാ മുസ്ലിമീങ്ങൾ ജയിച്ചടക്കുകയാണ്. അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും സന്തോഷത്തോടെ മടങ്ങുകയാണ്. ശത്രുക്കളെ കൂട്ടത്തിൽ നിന്ന് കൊല്ലപ്പെട്ടവരെല്ലാവരെയും ബദറിന്റെ അടുക്കലുള്ള ഒരു പൊട്ടങ്കിണറ്റിലേക്ക് വലിച്ചെറിയുകയാണ്. അവരുടെ മയ്യത്തുകളെ, ബോഡികളെ ഒരു പൊട്ടങ്കിണറ്റിലേക്ക് വലിച്ചെറിയുകയാണ്. ബദറിന്റെ രണാങ്കളത്ത് ഷഹീദായ സ്വഹാബ, അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി ജീവിതം കൊടുത്ത, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ജീവിതം കൊടുത്ത മഹാന്മാരായ സ്വഹാബ, ബദറിന്റെ രണാങ്കളത്ത് ഷഹീദായി വീണ സ്വഹാബത്തുണ്ടല്ലോ.
ആ സ്വഹാബത്തിനെ ബദറിന്റെ രണാങ്കളത്ത് നിന്ന് ഖബറടക്കുകയാണ്. ഉബൈദ റളിയല്ലാഹു അൻഹു പോരുന്ന വഴിയിലാണ് മഹാനവർകൾ വഫാത്താകുന്നത്. സഫറ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഉബൈദ റളിയല്ലാഹു അൻഹു ഖബറടക്കം ചെയ്യുന്നത്. മറ്റുള്ള സ്വഹാബ ആ സ്വഹാബത്തിന്റെ ഖബർ ഇന്നും ബദറിലാണ്. അല്ലാഹുവേ, ബദറിൽ ചെന്നാൽ കാണാ ആ സ്വഹാബത്തിന്റെ പേരുകൾ അവിടെ എഴുതി വെച്ചത് കാണാ. ബദറിൽ ഷഹീദായ മഹാന്മാരായ ശുഹദാക്കളുടെ പേരുകൾ ബദറിന്റെ രണാങ്കളത്ത് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അവിടെ വലിയ രൂപത്തിൽ ഇങ്ങനെ എഴുതി വെച്ചത് കാണാ. പോവണ്ടേ നമുക്ക് മഹാന്മാരായ ബദരീങ്ങളെ കാണാൻ. ബദർ നടന്ന ഇസ്ലാമിൽ ഇല്ലാതെ ഏറ്റവും വലിയ അത്ഭുത ചരിത്രം നടന്ന ബദർ കാണാൻ പോവണ്ടേ, നമുക്ക് പോവണ്ടേ പ്രിയപ്പെട്ടവരെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, 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 ബദർ കാണാനും ബദറിൽ പോവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാ. ആ അസ്ഹാബുൽ ബദരീങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അവര് സ്വർഗ്ഗത്തിലാണ്, അവര് സ്വർഗ്ഗത്തിലാണ്, അവര് സ്വർഗ്ഗത്തിലാണ്. സ്വഹാബ അവർക്ക് ജീവിതത്തിൽ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്തതാണ്. സ്വഹാബ അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാ പാപക്കറകളും അല്ലാഹു അവർക്ക് മാപ്പ് കൊടുത്തതാണ്. സ്വഹാബ അല്ലാഹു അവർക്ക് മാപ്പ് കൊടുത്തതാണ്. സ്വഹാബ അല്ലാഹു അവർക്കെല്ലാം മാപ്പ് കൊടുത്തതാണ്. സ്വഹാബ അവര് സ്വർഗ്ഗത്തിലാണ്. ആ സ്വഹാബത്തിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ, ആ സ്വഹാബത്തിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, ആ സ്വഹാബത്തിനെ ആരെങ്കിലും മഹബത്ത് വെച്ചാൽ അവരും അവരെ കൂടെ സ്വർഗ്ഗത്തിലാണ്. അവരും അവരെ കൂടെ സ്വർഗ്ഗത്തിലാണ്. അതുകൊണ്ടാണ് ബദരീങ്ങളെ തവസ്സുലാക്കി നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത്. ദാങ്ങമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരെല്ലാണീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദും റസൂലുള്ളാഹ്. ദാങ്ങമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരെല്ലാണീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബദറിന്റെ ചരിത്രങ്ങൾ പറയും നാൾ മനസ്സുള്ളിൽ കൊതിയാണ് റഹ്മാനെ ബദർ കാണാൻ. അവിടം അണയോവാൻ സൗഭാഗ്യം നൽകിയിടല്ലാഹ്. ശറഫുറ്റ നബിയോരെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന സ്വഹാബത്തിൻ ധീരഗാഥ മണ്ണ് കാണുവാൻ നാദാ വിധിയേകി ഇലാഹേനി ബദർ കാണാൻ. തിരുത്തോഹ റസൂലിനെ ബദറിന്റെ ചരിത്രങ്ങൾ പറയും നാൾ മനസ്സുള്ളിൽ കൊതിയാണ് റഹ്മാനെ ബദർ കാണാൻ. അവിടം മണയോവാൻ സൗഭാഗ്യം നൽകിയിടല്ലാഹ്. ശറഫുറ്റ നബിയോരെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന സ്വഹാബത്തിൻ ധീരഗാഥ മണ്ണ് കാണുവാൻ നാദാ വിധിയേകി ഇലാഹേനി ബദർ കാണാൻ. വിധിയേകി ഇലാഹേനി ബദർ കാണാൻ.
തിരുപാദം പതിഞ്ഞുള്ള പരിശോധ മണൽ ഭൂമി ചരിത്രങ്ങൾ പറയുന്ന ബദർ മരുഭൂമി തിരുപാദം പതിഞ്ഞുള്ള പരിശോധ മണൽ ഭൂമി ചരിത്രങ്ങൾ പറയുന്ന ബദർ മരുഭൂമി ബദറിന്റെ ചരിത്രങ്ങൾ പറയും നാൾ മനസ്സുള്ളിൽ കൊതിയാണ് റഹ്മാനെ ബദർ കാണാൻ അവിടം നനയുവാൻ സൗഭാഗ്യം നൽകിയിടല്ലാഹ് റമളാൻ നീലാവിലായി തേടുന്നു റഹ്മാനെ പരിശുദ്ധ ബദറെ കാണാൻ വിധിയേകല്ലാഹ് റമളാൻ നിലാവിൻ കുടുംബം നിന്നിൽ കൈകൾ നീട്ടുന്നു അസ്ഹാബുൽ ബദറെന്ന ധീരശൂഹദാ അഷ്റഫുൽ ബശറിന്റെ പ്രിയ സ്വഹാബാ അഹദിന്റെ ദീനിനായി പോരുതിയോരാം അഴകുറ്റ സോവനത്തെ ഉറപ്പിച്ചോരാം എല്ലാവരും മൂന്നോട്ട് അല്ലാഹു അക്ബർ തക്ബീറിൽ കമന്റിലൊക്കെ എഴുതി അസ്ഹാബുൽ ബദറെന്ന ധീരശൂഹദാ അഷ്റഫുൽ ബശറിന്റെ പ്രിയ സ്വഹാബാ അഹദിന്റെ ദീനിനായി പോരുതിയോരാം അഴകുറ്റ സോവനത്തെ ഉറപ്പിച്ചോരാ റമളാൻ 17 റഹ്മത്തിൻ മാസം ഇതാണ് റബ്ബിന്റെ മാർഗമിലായി രക്തം ചോരിച്ചിടലായി അസ്ഹാബുൽ ബദറെന്ന ധീരശൂഹദാ അഷ്റഫുൽ ബശറിന്റെ പ്രിയ സ്വഹാബാ അഹദിന്റെ ദീനിനായി പോരുതിയോരാം അഴകുറ്റ സോവനത്തെ ഉറപ്പിച്ചോരാം അഹദിന്റെ ദീനിനായി പോരുതിയോരാം അഴകുറ്റ സോവനത്തെ ഉറപ്പിച്ചോരാം അഴകുറ്റ സോവനത്തെ ഉറപ്പിച്ചോരാം അല്ലാഹുവേ ബദരീങ്ങളെ കാവലെ അവിടുത്തെ മഹബത്ത് അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ ഞങ്ങളെ മജ്ലിസ് കാണുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും അസ്ഹാബുൽ ബദറിന്റെ പൊരുത്തം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് ദിവസങ്ങളായി ഞങ്ങൾ ബദരീങ്ങളെ ചരിത്രമാണ് പഠിക്കുന്നത് ഈ ഉമ്മമാരും ബാപ്പമാരും ബദരീങ്ങളുടെ ചരിത്രം പഠിച്ചെടുത്തിട്ട് ആ ചരിത്രമെല്ലാം എഴുതി വച്ചിട്ട് അൽഹംദുലില്ലാഹ് ഇവര് പഠിക്കുകയാണ് റബ്ബേ ബദർ ഞങ്ങൾക്ക് ആവേശമാണ് ബദർ ഞങ്ങൾക്ക് സന്തോഷമാണ് ആ സ്വഹാബത്തിന്റെ ഈമാനാണ് അവിടെ വിജയിപ്പിച്ചത് ആ സ്വഹാബത്തിന്റെ മനസ്സറിഞ്ഞ ഈമാനാണ് അവിടെ വിജയം നൽകിയത് ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി നമ്മുടെ വീടുകളിൽ അസ്മാഹുൽ ബദർ ചൊല്ലുകയാണ് എല്ലാ മുഅ്മിനീങ്ങളും പങ്കെടുക്കണം ഇന്ന് രാത്രി ഇൻഷാ അല്ലാഹ് നമ്മുടെ വീടുകളിലെല്ലാം അസ്മാഉൽ ബദർ ചൊല്ലുകയാണ് നമുക്ക് ബദരീങ്ങളെ കൂടെ അല്ലാഹു നമുക്ക് സ്വർഗ്ഗം തരട്ടെ നമ്മുടെ മുറാദുകൾ മുഴുവനും ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ
ശറഫുറ്റ ബദർ ജയ ദീനിൻ കോടി വെട്ടി പിടിച്ചടക്കിടാനെത്തും ഖുറൈശി പാടാ ഉഹദം ജബലാടി വാരം പടയാണി പൊരുതി കൊണ്ടിതാ കൂടൽ ഖുറൈശി പാടാ ശറഫുറ്റ ബദർ ജയ ദീനിൻ കോടി വെട്ടി പിടിച്ചടക്കിടാനെത്തും ഖുറൈശി പാടാ ഉഹദം ജബലാടി വാരം പടയാണി ഒരുക്കിക്കൊണ്ടിതാ കുട്ടിലർ കുഫാറിൻ പാടാം കൊമ്പുകൾ കുഴലുകൾ ദഫുകൾ മദ്ദള വമ്പതിരമ്പലിരമ്പരപേരിതം കൊമ്പുകൾ കുഴലുകൾ ദഫുകൾ മദ്ദള വമ്പതിരമ്പലിരമ്പരപേരിതം വൻപാടാ കോതോഗീലം പൊങ്കിയാടർ നീലം വമ്പും കാലമ്പും കീമ്പ് റാട്ടമേ വൻപാടാ കോതോഗീലം പൊങ്കിയാടർ നീലം വമ്പും കാലമ്പും കീമ്പ് റാട്ടമേ ശറഫുറ്റ ബദർ ജയ ദീനിൻ കോടി വെട്ടി പിടിത്തടക്കിടാനെത്തും ഖുറൈശി പാടാ ഉഹദം ജബലാടി വാരം പടയാണി ഒരുക്കിക്കൊണ്ടിതാ കുടിലർ കുഫാറിൻ പാടാ ശറഫുറ്റ ബദർ ജയ ദീനിൻ കോടി വെട്ടി പിടിത്തടക്കിടാനെത്തും ഖുറൈശി പാടാ ഉഹദം ജബലാടി വാരം പടയാണി ഒരുക്കിക്കൊണ്ടിതാ കുടിലർ കുഫാറിൻ പാടാ ഇൻഷാ അല്ലാഹ് ബദറിന്റെ ഒരുപാട് ചരിത്രങ്ങൾ ഇനിയും നമുക്ക് വിശാലമായി പഠിക്കാനാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമ്പോ മുഅ്മിനീങ്ങളെ ഇനിയും ഒരുപാട് നമുക്ക് ചരിത്രങ്ങൾ പഠിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നാടുകളിൽ നിന്ന് ബദർ നേർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ നാടുകളിൽ അല്ലാഹു നല്ല ബറക്കത്ത് തരട്ടെ. നമ്മുടെ മുറാദുകൾ മുഴുവനും അല്ലാഹു നമുക്ക് ഹസ്വിലാക്കി തരട്ടെ.